ഇതിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രത്യേകാൽ അറിയിക്കുകയാണ്. വെളിയങ്കോട് സ്ഥലം സഭ പ്രാർത്ഥനയോടുകൂടി ക്രമീകരിച്ച ഈ ദൈവവചന പഠനത്തിലേക്ക് എളിയവനായി എനിക്കും ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അനുകൂലമായ ഈ സാഹചര്യത്തിനായിട്ട് ഞാനും സകല മഹത്വവും ദൈവത്തിൻ്റെ മുമ്പാകെ അർപ്പിക്കുകയും ഈ നിലയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച ദൈവസഭയോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രത്യേക ഈ യോഗത്തിനായിട്ട് കടന്നു വന്ന വിവിധ സ്ഥലം സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ, സുവിശേഷകന്മാർ, മൂപ്പന്മാർ, കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനവും എൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോർക്കളത്തിലെ ആയുധങ്ങൾ എന്ന വിഷയമാണ്. വളരെ ഗഹനമായ വിഷയത്തെ ഈ നിലയിൽ നമുക്കൊരുമിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഇടയാടി തീർന്നു എന്നുള്ളത് ഓർത്ത് ഞാനും ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്നലെ രാത്രിയിൽ ഈ ദൈവവചനം കേട്ട് മടങ്ങിപ്പോയവർ ചിലർ വിളിച്ചിട്ട് എന്നോട് പലരും, ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു എങ്ങനെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, ആളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചത് 3 സ്വർഗ്ഗമുണ്ട് എന്നെനിക്കറിയാമായിരുന്നു. കാരണം പൗലോസ് പറഞ്ഞല്ലോ 3 സ്വർഗ്ഗം. ആ 3 സ്വർഗ്ഗം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അനേകം ആൾക്കാർ മരിക്കുന്നുണ്ട്, വിശ്വാസികൾ. അപ്പോൾ ഒരു സ്വർഗ്ഗം നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ 2ാമത്തെ സ്വർഗ്ഗത്തിലേക്ക്, അത് നിറഞ്ഞു കഴിയുമ്പോൾ 3ാമത്തെ സ്വർഗ്ഗത്തിലേക്ക്, അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ക്ലാരിറ്റിയിലേക്ക് എത്താനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കൊരു പേടിയുണ്ട്, ഇനി ഞാൻ എന്തെങ്കിലും ദുരുപദേശം പറഞ്ഞു വരത്തോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നുവെങ്കിലും ദൈവം ആ നിലയിൽ മാനിക്കുവാനിടയായിട്ട് തീർന്നു. നമുക്ക് നമ്മുടെ ഭാഗത്തേക്കൊന്ന് മടങ്ങി വരാം. കൊരിന്ത്യർക്കെഴുതിയ 2ാമത്തെ ലേഖനം 10ാമത്തെ അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിച്ചിട്ട് ഇന്നലെ ചിന്തിച്ച ചില കാര്യങ്ങൾ ഇന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ അറിവിലേക്ക് പറഞ്ഞ് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2ാം ലേഖനം 10ാം അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യമാണ് നമ്മുടെ കീ വാചകം അല്ലെങ്കിൽ വാക്യം എന്ന് പറയുന്നത്. 10:4 2 കൊരിന്ത്യർ 10:4. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. മതി, ഫെലിക്സ് എന്ന് മൈക്ക് എടുത്തത് നന്നായി. ഓക്കെ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത് ഇതാണ്, നമുക്കൊരു പോർക്കളമുണ്ട്. ആ പോർക്കളം എന്ന് പറയുന്നത്, അവിടെ ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ജഡീകമല്ല. ഈ മനുഷ്യൻ ബോംബിടുന്നതും മനുഷ്യൻ വാൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള വാളോ അങ്ങനെയുള്ള മാനുഷികമായ ഒന്നുമല്ല നമുക്കുള്ള ആയുധം എന്ന് പറയുന്നത്. നമ്മുടെ ആയുധം ആത്മീകമായ ആയുധമാണ്. ആ ആയുധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചു വന്നത്. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 6ാം അധ്യായം അതിൻ്റെ 12ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിച്ചു. അവിടെ നമ്മൾ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി നമ്മൾ സജ്ജരാകുകയാണ്. 3 പ്രധാനപ്പെട്ട ആൾക്കാരോടാണ് നമ്മുടെ യുദ്ധം. ഒന്ന്, ഓർമ്മയുള്ളവർ പറഞ്ഞു, ഒന്ന് ആരോടാ? വാഴ്ചകളോട്. വാഴ്ചകളെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കിൽ അർക്കായി എന്ന പദമാണ്. നമ്മളത് ഇന്നലെ ചിന്തിച്ചു. അർക്കായി എന്ന പദത്തിൻ്റെ അർത്ഥം ഭരണാധികാരി എന്നാണ്. ഭരണം നടത്തുന്ന ഒരാളുണ്ട്, അയാളോടാണ് നമ്മുടെ യുദ്ധം. 2ാമത്തെ വാചകം എന്ന് പറയുന്നത് അധികാരവർഗം അല്ലെങ്കിൽ അധികാര സമൂഹം. അതിന് ഗ്രീക്കിൽ എക്സൂസിയ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഭരണാധികാരി നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഭരണകർത്താക്കളെയാണ് എക്സൂസിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? കോസ്മോക്രാറ്റസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലോകാധിപതി, ഈ ലോകത്തിൻ്റെ അധിപതിമാർ, ദുഷ്ടാത്മസേന. അതായത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഒരു വലിയ പട്ടാള ക്യാമ്പിൽ ട്രെയിൻ ചെയ്ത് യുവാക്കന്മാർ പട്ടാളത്തിലേക്ക് ചേരുന്നത് പോലെ ഈ സാത്താൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ സേന, അവർ വെൽ ട്രെയിൻഡായിട്ട് ഈ ലോകത്തിൽ ഓരോരുത്തരുടെയും അടുക്കൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സൈന്യമാണ് കടന്നു വരുന്നത്. നമ്മൾ വിചാരിക്കും സാത്താനാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അല്ല, കാരണം സാത്താൻ സർവ്വജ്ഞാനി, സർവ്വവ്യാപിയാണോ? അതായത് വെളിയങ്കോടിരുന്ന് ഇപ്പോൾ ഗോഡ്സൺ എന്ന എന്നെ സാത്താൻ ഒരു പാപം ചെയ്യിപ്പിക്കുമെന്ന് വിചാരിക്കുക. അതേ സമയത്ത് തന്നെ അമേരിക്കയിലിരുന്ന ഒരാൾ പാപം ചെയ്യുന്നെങ്കിൽ സാത്താൻ ആരെന്ന് നമ്മൾ പറയേണ്ടി വരും? സാത്താനാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ. സർവ്വവ്യാപിയാണോ സാത്താൻ? പറ, ധൈര്യമായിട്ട് പറ. സർവ്വവ്യാപിയാണോ? അല്ല, സർവ്വവ്യാപി അല്ല സാത്താൻ. അപ്പോൾ സാത്താൻ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. ഒരേ സമയത്ത് എല്ലായിടത്തും സാത്താന് പ്രസൻ്റ് ആകാൻ പറ്റില്ല. എല്ലായിടത്തും പോകുന്നത് സാത്താൻ്റെ ഈ ദുഷ്ടാത്മ സേനകളാണ്. അപ്പോൾ നമ്മുടെ പോരാട്ടം വലിയൊരു
സൈന്യത്തോടുമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ സർവായുധ വർഗം ധരിക്കുന്ന പട്ടാളക്കാരനുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയെ ഉപമിച്ചുകൊണ്ട് ഈ പട്ടാളത്തിനെതിരെ പോരാടുവാൻ, ഈ പട്ടാളത്തിനെതിരെ നിങ്ങൾ ആയുധമെടുക്കുവാൻ, ഈ പട്ടാളത്തിനെതിരെ നിങ്ങൾ സജ്ജരായിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്, നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്നത് വലിയൊരു പട്ടാളമാണ്, വലിയൊരു സൈന്യമാണ്. ആ സൈന്യത്തിനെതിരെ നിങ്ങൾ പോരാടുമ്പോൾ അതേ വീറോടെ, അതേ വാശിയോടുകൂടെ പോരാടണം. അങ്ങനെ പോരാടേണ്ട നമ്മൾ തോറ്റു തുന്നം പാടിയവരല്ല. നമ്മുടെ നായകൻ എങ്ങനെയുള്ളവനാണ്? ജയോത്സവമായി ജയിച്ചയാളാണ്. യേശു കർത്താവ് വെറുതെ ജയിച്ചയാളല്ല. യേശു കർത്താവ് അങ്ങനെ ജയിക്കേണ്ട കാര്യമില്ല, കാരണം യേശു കർത്താവ് തോറ്റിട്ടില്ല. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് യേശു കർത്താവ് ജയോത്സവം കൊണ്ടാടിയെന്നാണ്. അത് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ട്രയംഫ് എന്ന ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധം ജയിച്ചു എന്ന പ്രഖ്യാപനത്തോടുകൂടെ ഏറ്റവും മുമ്പിൽ വരുന്നയാൾ ഞങ്ങളുടെ രാജ്യം ജയിച്ചു എന്ന് പ്രഖ്യാപനം നടത്തുന്ന ആ കാഹളധ്വനി ശബ്ദത്തോടു കൂടെയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഈ പിശാചിൻ്റെ സൈന്യത്തെ ആയുധവർഗം വെപ്പിച്ചത്. അവിടെയും കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന വാചകം എഫേസ്യ ലേഖനത്തിൽ പറയുന്ന അതേ വാക്കുകൾ തന്നെയായിരുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന. അപ്പോൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ സാത്താൻ്റെ സൈന്യത്തിന് എന്തില്ല? ആയുധമില്ലാതെയാണ് പോരാടുന്നത്. അവരോടാണ് നമ്മൾ പോരാടുന്നത്. നമ്മൾ എങ്ങനെയാണ് പോരാടുന്നത്? നമ്മൾ ഇല്ലാത്തവരായിട്ടല്ല, നമ്മൾ ആയുധത്തോടു കൂടെയാണ് പോരാടുന്നത്. അപ്പോൾ അങ്ങനെ ആയുധത്തോടുകൂടെ പോരാടുന്ന നമ്മൾ ജയോത്സവമായ ആ ട്രയംബൽ വിക്ടറി എങ്ങനെയാണോ ആ പടത്തലവൻ നയിക്കുന്നത്, എങ്ങനെയാണോ ആ വിക്ടറി പ്രൊക്ലെയിം ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, അതുപോലെയാണ് നമ്മളും യേശു കർത്താവിൻ്റെ മുമ്പാകെ ജയോത്സവമായിട്ട് ജീവിക്കേണ്ടത്. നമ്മൾ യേശു കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എല്ലായ്പ്പോഴും എപ്പോഴും വെളിപ്പെടുത്തുന്നവരായി ജീവിക്കണം എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാടുത്തിരുന്നത്. എന്നിട്ട് യേശു കർത്താവ് ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവസഭയെക്കുറിച്ച് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു? പാതാള വാതിലുകൾ തകർക്കയില്ല. പാതാള ഗോപുരങ്ങൾ തന്നെയാണ്, പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ വാക്കുകളെന്ന് പറയുന്നത് പാതാള വാതിലുകളാണ്. എന്തുകൊണ്ടാണ് അവിടെ പാതാള വാതിലുകൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിക്കുവാൻ ഇടയാടുത്തുറന്നു. വിശദീകരിക്കാൻ സമയമില്ല. ഇതിൻ്റെ എല്ലാ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ എല്ലാ വിശദീകരണവും എസെക്കിയേൽ സോവൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ പിന്നീട് ചെന്നിട്ട് അതെടുത്ത് നോക്കിയാൽ ഇതിൻ്റെ വിശദീകരണം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ എന്നിട്ട് ചിന്തിച്ചത്, ഇങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ രണ്ട് രീതിയിലുള്ള ആയുധങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഡിഫെൻസീവ് വെപ്പൺസ് എന്ന് പറയും, അതായത് പ്രതിരോധിക്കുന്ന ആയുധങ്ങൾ. മറ്റൊന്ന് ഒഫൻസീവ് വെപ്പൺസ്. ഒഫൻസീവ് വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന ആയുധങ്ങൾ. നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു തുടങ്ങിയത് ഏത് ആയുധങ്ങളെക്കുറിച്ചാണ് മക്കളെ? ഏത് ആയുധങ്ങളെക്കുറിച്ചാണ്? ഒഫൻസീവ് വെപ്പൺസിനെ കുറിച്ചാണ്. അതായത് ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചാണ് ഇന്നലെ രാത്രി ചിന്തിച്ചത്. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. ഒന്ന്, പ്രാർത്ഥനയാകുന്ന ആയുധം. രണ്ട്, ദൈവവചന പ്രസംഗം അല്ലെങ്കിൽ ദൈവവചന പഠനം. അങ്ങനെ രണ്ട് ആയുധങ്ങളെക്കുറിച്ച് ഇന്നലെ ചിന്തിക്കുവാനിടയാടുത്തിരുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ആയുധമാണ്. ആ മൂന്നാമത്തെ ആയുധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം. പെട്ടെന്നൊന്ന് എടുക്കാം. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ആ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ വിഷയവുമായിട്ട് വളരെ ബന്ധമുള്ള വാക്യങ്ങളാണ്. എല്ലാം വിശദീകരിക്കാനുള്ള സമയമില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം എന്ന് കരുതുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്കൊന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും. ഇന്നലെ നമ്മൾ ചിന്തിച്ചു ഈ സ്വർഗ്ഗം ഏതാണ് എന്ന് ചിന്തിച്ചു. ആ സ്വർഗ്ഗത്തെക്കുറിച്ച് വിശദീകരണം ഇന്ന് നൽകി. ഓക്കെ. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗ്ഗത്തിൽ അവരുടെ സഫലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ എത്ര നാൾ അവരെവിടെയായിരുന്നു? ഈ സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുകയാണ്. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടൻ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു.
മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മതി, അവിടെ പറയുന്ന വാചകങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നില്ല. പക്ഷേ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയാകുന്ന ആയുധമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, പ്രസംഗമാകുന്ന ആയുധമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇതെല്ലാം ഈ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? സാത്താൻ്റെ കോട്ട ഇടിച്ച് തകർക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്നാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ കോട്ട തകരുന്നു? പിശാചിൻ്റെ കോട്ട തകരുന്നു. അത് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. പ്രസംഗിക്കുമ്പോൾ പിശാചിൻ്റെ കോട്ട തകരുന്നു. അത് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. മൂന്നാമത്തെ കാര്യം ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും അവരുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും എന്നാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യമാകുന്ന ആയുധമാണ്. വിശ്വാസികൾ എന്നുള്ള നിലയിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ സാക്ഷ്യമാകുന്ന ആയുധം പിശാചിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 21 നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. എത്രയോ വിശ്വാസികളെ സാക്ഷ്യമില്ലാത്തവരാക്കി തീർക്കുവാൻ ഈ പിശാച് കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90-ാമത്തെ വയസ്സിൽ പോളികാർപ്പ് എന്ന് പറയുന്ന അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശിഷ്യനെ കൊണ്ടൊരു മരത്തോട് കെട്ടിവെച്ചിട്ട് അന്നത്തെ നിയമ സംവിധാനം പറയുകയാണ്, ഈ കഴിഞ്ഞ 90 വർഷക്കാലം നീ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയില്ലേ? ഈ 90 വർഷക്കാലം യേശുവിനെ നീ സേവിച്ചില്ലേ? ഒരു നിമിഷം യേശുവിനെ ഒന്ന് തള്ളിപ്പറ, നിന്നെ വിട്ട് അയക്കാമെന്ന് പറയുന്നു. അപ്പോൾ പോളികാർപ്പ് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പോളികാർപ്പ് പറഞ്ഞു, ഈ 90 വർഷക്കാലവും എന്നെ പുലർത്തിയ ദൈവം, ഈ 90 വർഷക്കാലവും എന്നെ നടത്തിയ ദൈവം, ഈ 90 വർഷക്കാലവും ഈ ദൈവത്തിന് വേണ്ടി സാക്ഷ്യത്തോടുകൂടെ എന്നെ ജീവിപ്പിക്കാൻ സഹായിച്ച ദൈവം 90 വർഷക്കാലവും എന്നെ പോറ്റിയെങ്കിൽ എൻ്റെ പൊന്നു സ്നേഹിതരെ, നിങ്ങളുടെ ഈ തീയുടെ മുമ്പിൽ എൻ്റെ ഈ സാക്ഷ്യ ജീവിതം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിറകടുക്കി ആ മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ചു കളയുവാനിടയായിട്ട് തീർന്നു. എത്രയോ ഭക്തശിരോമണികളെ ഈ സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുമൊന്ന് നോക്കി നോക്കിയേ. നമ്മുടെ കൂടെ ഇരുന്ന് കർത്താവിനെ ഒരു സമയത്ത് ആരാധിച്ച ഭക്തന്മാരെന്ന് നമ്മൾ കരുതിയ ആൾക്കാർ ഈ സാക്ഷ്യമില്ലാത്തവരായി അവർ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ ഇടയായി തീർന്നിട്ടില്ലേ? ഈ സാത്താൻ നമ്മുടെ സാക്ഷ്യത്തെ തകർക്കുവാൻ ഇന്നോ ഇന്നലെയോ ശ്രമം തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായി ശ്രമിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ മുമ്പാകെ സാത്താൻ പറയുന്നതനുസരിച്ച് സാക്ഷ്യമില്ലാത്തവരായി തോന്നിയവാസം ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവൻ്റെ മുമ്പാകെ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ പിശാചിൻ്റെ കോട്ടയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാക്ഷ്യ ജീവിതമാകുന്ന ആയുധം നമ്മൾ ഉപയോഗിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഒടുവിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും ഗലീലയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഈ സാക്ഷികളാകണമെങ്കിൽ സ്വയമേ നമുക്ക് സാധിക്കുകയില്ല. യേശു കർത്താവിന് പറഞ്ഞുകൂടായിരുന്നോ, ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാണ്? യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയം നമുക്കറിയാം. യേശു കർത്താവ് ഒലിവുമലയിൽ നിന്ന് മെല്ലെ മെല്ലെ മുകളിലേക്ക് പോവുകയാണ് അല്ലേ? അങ്ങനെ യേശു കർത്താവ് പോയി. യേശു കർത്താവ് ആകാശമേഘങ്ങളിൽ അടഞ്ഞു കഴിയുമ്പോൾ ദൂതൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപോയ ക്രിസ്തു പോയതുപോലെ തന്നെ മടങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വയമേ ഈ സാക്ഷി ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അവിടെ പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ വിശ്വാസികൾക്ക് സാക്ഷി ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ സഭയിലെ മൂപ്പന്മാരെ കുറച്ച് നാളത്തേക്ക് പറ്റിക്കാം, ഒരുപക്ഷെ സഭയിലെ സുവിശേഷകന്മാരെ കുറച്ച് നാളത്തേക്ക് പറ്റിക്കാം വിശ്വാസി എന്ന വേഷം ധരിച്ച്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ പ്രിയമുള്ളവരെ നമുക്ക് ഭക്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല, സാക്ഷ്യത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സാക്ഷ്യത്തോടുകൂടെ നാം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരാളാണല്ലേ? യേശുവിനെ വേണ്ട എന്ന് വെച്ച ആളാണ്, യേശുവിനെക്കുറിച്ച് പ്രാഗിയ ആളാണ്. നമ്മൾ വായിക്കുന്നു, കള്ളസത്യം യേശു കർത്താവിനെക്കുറിച്ച് ഞാൻ ഇവനോടുകൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആണയിടാനും പ്രാകാനും തുടങ്ങിയ മനുഷ്യനാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഈ 3000-ത്തിലധികം വരെ ജനത്തിൻ്റെ മുമ്പാകെ എണീറ്റെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തു, ഈ
തൻ്റെ ഇടം, ഈ ധൈര്യം കിട്ടിയത് ഈ മനുഷ്യൻ എവിടെ നിന്നറിയാമോ? പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട്. അപ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന മേഖലകളിൽ സാക്ഷ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെങ്കിൽ, അതിന് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാ നിറവുള്ളവരായി നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. എന്താണ് പരിശുദ്ധാത്മാവ് നിറവെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലത്ത് നമ്മുടെ ജീവിതം എന്നെടുത്ത് പരിശോധിച്ച് നോക്കണം. നമ്മൾ എത്ര പ്രാവശ്യം ഈ സാക്ഷ്യത്തിന് വിരുദ്ധമായി ജീവിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ഈ സാക്ഷ്യത്തിന് എതിരെ പോയിട്ടുണ്ട്? ഈ സാക്ഷ്യം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. പള്ളി വരുമ്പോൾ സാക്ഷ്യം വേണം, പള്ളി വരുമ്പോൾ നല്ല പിള്ളയാകണം, പുറത്തു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ സാക്ഷ്യമില്ലാത്തവരായി ജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ലേ? അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും സാക്ഷ്യമില്ലാത്തവരായിട്ട് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സാത്താൻ്റെ കോട്ട പണിയുകയും ദൈവത്തിൻ്റെ കോട്ട ഇടിച്ചു കളയുകയും ചെയ്യുന്ന വിശ്വാസികളായി നമ്മൾ മാറി എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് നാം ഉപയോഗിക്കേണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയുധമാണ് ഈ ആയുധം എന്ന് പറയുന്നത്. ഈ ആയുധം സാക്ഷ്യമാകുന്ന ആയുധമാണ്. ഇതെങ്ങനെയാണ് ഈ സാക്ഷ്യമാകുന്ന ആയുധം നമുക്ക് ലഭിച്ചത്? രണ്ട് കാര്യങ്ങളിലൂടെയാണ് സാക്ഷ്യമാകുന്ന ആയുധം നമുക്ക് ലഭിച്ചത്. ഒന്ന്, ദൈവവചനമാണ് ഇതിന് ആധാരം. അതായത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എവിടെന്നാ? ഈ പുസ്തകത്തിൽ നിന്നാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ഞാൻ ജീവിച്ചതിനെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാനല്ല പുസ്തകം പറയുന്നത്. ഈ 31,173 വാക്യങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് നാം ജീവിക്കാനുള്ള മാതൃകയാണ്. അപ്പോൾ ഈ പുസ്തകമാണ് യഥാർത്ഥത്തിൽ എന്നെ സാക്ഷ്യമുള്ള ജീവിതമാക്കി നയിക്കാനായിട്ട് സഹായിക്കേണ്ടത്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ആ ജീവിതം ഈ പുസ്തകമായിട്ട് ന്യായീകരിക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ഈ പുസ്തകം പറയുന്നത് പോലെ ജീവിക്കണം. അപ്പോൾ നമ്മുടെ സാക്ഷ്യ ജീവിതം രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ പുസ്തകത്തിൽ നിന്നാണ്, വേദപുസ്തകത്തിൽ നിന്നാണ്. രണ്ട്, നമുക്കിങ്ങനെ ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടാകുന്നത് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ആദ്യം പറയുന്നത് എങ്ങനെയാ? കുഞ്ഞാടിൻ്റെ രക്തത്തെ ഹേതുവായിട്ടുമെന്നാണ്. ഈ സാക്ഷ്യ ജീവിതം നമുക്കുണ്ടായത് എങ്ങനെയെന്നറിയാമോ? ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഈ സാക്ഷി ജീവിതം നേടിയെടുക്കാൻ സാധിച്ചതല്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് മുമ്പിൽ ചെന്നിരുന്ന് സമരം വിളിച്ചത് കൊണ്ട് ഈ സാക്ഷി ജീവിതം നമുക്ക് ലഭിച്ചതല്ല. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്നാലെ അണിനിരുന്നുകൊണ്ട് ഈ സാക്ഷി ജീവിതം നമുക്ക് ലഭിച്ചതല്ല. ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പിന്നാലെ ഇൻക്ലാബ് വിളിച്ചത് കൊണ്ട് ഈ സാക്ഷി ജീവിതം നമുക്ക് ലഭിച്ചതല്ല. ഈ സാക്ഷി ജീവിതം നമുക്ക് ലഭിച്ചത് കുഞ്ഞാടിൻ്റെ ചങ്കിലെ ചോരയാലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് രാത്രിയിൽ അഭിമാനത്തോടുകൂടെ യേശുക്രിസ്തു സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് കാരണം നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര കർത്താവ് നൽകുവാൻ ഇടയായിട്ട് തീർന്നു. യേശു കർത്താവിൻ്റെ ചങ്കിലെ ചോര നൽകുവാൻ ഇടയായിട്ട് തീർന്നു. ആ ചോരയാണ് നമ്മളെ ആരാക്കി തീർത്തത്? ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ആക്കി തീർത്തത്. അപ്പോൾ നമ്മൾ ഈ സാക്ഷ്യത്തിന് വിരുദ്ധമായി ജീവിക്കുന്നെങ്കിൽ ആർക്കാ യഥാർത്ഥത്തിൽ പ്രശ്നം? ആർക്കാ പ്രശ്നം? ഈ ചോരയ്ക്കാ പ്രശ്നം. മനസ്സിലായോ? ഞാൻ യേശു കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നുവെങ്കിൽ ഞാൻ ഈ ചോര പ്രസക്തമല്ല, ഈ ചോര അത്ര പ്രാധാന്യമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ബഹുമാനിയ വിശ്വാസി സഹോദരി സഹോദരന്മാരെ, നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ചോരയെ ലഘുവായിട്ട് കാണരുത്. ഇത് വളരെ പ്രാധാന്യമുള്ള ചോരയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് നൽകുവാനിടയായിട്ട് തീർന്നത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ വിവിധങ്ങളായ സ്ഥലം സഭകളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. എന്തു പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുന്നത്? കർത്താവിൻ്റെ മേശമേലിരിക്കുന്ന അപ്പവീഞ്ഞുകളിലൂടെ നമ്മൾ പങ്കെടുത്ത് കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുക. മേശമേലിരിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്ന സ്മാരക വസ്തു എന്താ സൂചിപ്പിക്കുന്നത്? നമുക്ക് വേണ്ടി ഒരു പവിത്രനായ, പാപം ചെയ്യാത്തവനായ, നിഷ്കളങ്കനായ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അർക്കപ്പെട്ടു. ആ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തുവാനിടയായിട്ട് തീർന്നു. ആ കുഞ്ഞാടിൻ്റെ രക്തത്തെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ നമ്മോട് പറയുന്ന കാര്യം, വരുന്ന ഒരാഴ്ചവട്ടക്കാലം നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം. നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം. പ്രിയമുള്ളവരെ, ഇനി ഒന്ന് നമ്മുടെ വിശ്വാസ ജീവിതം ഒന്ന് പരിശോധിക്ക്. എനിക്കറിഞ്ഞുകൂടെ എത്ര നാളായി നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നെന്ന്. ഒരുപക്ഷെ 5 വർഷമായിട്ടുണ്ടാകാം, ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ 20 വർഷമായിട്ടുണ്ടാകാം, 10 വർഷമായിട്ടുണ്ടാകാം, ഒരുപക്ഷെ 5 മാസമായിട്ടുണ്ടാകാം. എത്ര നാളോ ആയിക്കൊള്ളട്ടെ, ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനെതിരായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് എതിരായി നമ്മൾ ജീവിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ടോ? അയ്യോ, അത് ഭയാനകമാണ്, അത് വേദനാജനകമാണ്. അങ്ങനെയായി തീരുവാൻ ഇടയായിട്ട് തീരരുത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാം. വാക്യം എടുക്കണ്ട, എഴുതുന്നവരെന്ന് എഴുതിക്കോ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ഈ രക്തത്താലാണ് നമുക്കൊരു വീണ്ടെടുപ്പ്
വീണ്ടെടുപ്പുണ്ടായത്. എഫെസ്യ ലേഖനം 1:7 എടുത്തോ, വായിച്ചാട്ടെ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന എന്തോ ലഭിച്ചു? വീണ്ടെടുപ്പ് ലഭിച്ചു. നമ്മൾ അതിക്രമത്തിൽ കടന്നവരാന്നേ, നമ്മൾ മോശമായി ജീവിച്ചവരാന്നേ, കള്ളു കുടിച്ച് ലക്ക് തെറ്റി നാട്ടിനും വീട്ടാർക്കും തലവേദനയായി ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് അയക്കുവാനിടയായി തീർന്നത് ഈ കുഞ്ഞാടിൻ്റെ രക്തമാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മെ സാക്ഷ്യമുള്ള ഒരു ജീവിതമാക്കി തീർത്തത്. വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം, 1 യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം 7 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്. 1, യേശുവിൻ്റെ രക്തം ഒരു വീണ്ടെടുപ്പ് അയക്കുന്ന രക്തമാണെങ്കിൽ, 2, യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. പാപസങ്കുലമായി ജീവിച്ചിരുന്ന, പാപത്തിൻ്റെ മട്ട് വലിച്ചു കുടിച്ചിരുന്ന, പാപത്തിൽ രസിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലോകത്തിൽ യാതൊരു കാരണവശാലും നന്മ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് വിധി എഴുതി ലോകക്കാർ തള്ളിയ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനിടയായി തീർന്നത് ഈ രക്തത്താലാണ്. ആ രക്തമാണ് നമ്മെ സാക്ഷിയാക്കി മാറ്റിയത്. മൂന്നാമത്തെ കാര്യം, ഈ രക്തം നമുക്ക് ചെയ്ത മൂന്നാമത്തെ കാര്യം, റോമാലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, അതൊന്നും എടുത്ത് വായിക്കുന്ന നന്നായിരിക്കും. റോമർ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ എന്തോ സംഭവിച്ചു? നീതീകരണം സംഭവിച്ചു. ഒരു ദൈവവുമായിട്ട് നാം അകന്നുപോയവരായിരുന്നു, നീതികെട്ടവരായിരുന്നു. എന്നാൽ അവൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണം സംഭവിച്ചു. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചിന്തിച്ചാൽ മതി. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഈ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരു വിശുദ്ധീകരണം ലഭിച്ചു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ഈ രക്തം നമ്മെ വിശുദ്ധീകരിക്കുവാനിടയായി തീർന്നു. അപ്പനും അമ്മയ്ക്കും നമ്മളൊരു തലവേദനയായിരുന്നിട്ടുണ്ടാകാം, അല്ലേ? വീട്ടുകാർക്ക് നമ്മളൊരു തലവേദനയായിരുന്നിട്ടുണ്ടാകാം, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നമ്മളൊരു തലവേദനയായി തീർന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ രക്തം നമ്മെ വിശുദ്ധീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ രക്തം നമ്മെ നന്മയിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ രക്തം നമ്മെ സാക്ഷ്യ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രക്തം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന രക്തമാണ്. അപ്പോൾ ഈ രക്തം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ ജീവിതങ്ങളെ രൂപാന്തരപ്പെട്ടവരായിട്ട് ജീവിക്കുന്നത് ആർക്കിഷ്ടമല്ല? ഈ പിശാചിന് ഇഷ്ടമല്ല. അവനവിടെ പട്ടണവാതിക്കലിരുന്ന് ആസൂത്രണം ചെയ്യുകയാണ്, എങ്ങനെ ഗോഡ്സൻ്റെ ആത്മീയ ജീവിതം തകർക്കാം, എങ്ങനെ സ്റ്റാലിൻ്റെ ആത്മീയ ജീവിതം തകർക്കാം, എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം എങ്ങനെ തകർക്കാമെന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. പട്ടണവാതിക്കലിരുന്ന് അവൻ ആലോചിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അവൻ പട്ടണവാതിൽക്കൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? അവനെ നശിപ്പിക്കണം, അവനെ ആ പടയെ അടിച്ചോടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മൾ സാക്ഷ്യമില്ലാത്തവരായിരുന്നാൽ പോരാ, നമ്മൾ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവൻ്റെ കോട്ടയെ തകർക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ആയുധമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? വാളെടുത്തുകൊണ്ട് പോയി ഈ പടകളെല്ലാം നശിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം ഇത് ഫിസിക്കലായിട്ടുള്ളൊരു യുദ്ധമല്ല, ഇത് ഫിസിക്കലായിട്ട് ഭൗമികമായിട്ടൊരു യുദ്ധമല്ല, ഇത് ആത്മീകമാണ്, ഇത് ജഡികമല്ല. ഇത് ആത്മീക പോരാട്ടമായതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ നാം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ കോട്ടയെ തകർക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടണം. ദാവീദ് എന്ന് പറയുന്ന ഒരു ഭക്തനെക്കുറിച്ച് നമുക്കറിയാം. ആ ദാവീദ് ഒരിക്കൽ ശൗലിനെ കൊല്ലാനുള്ള സമയത്തേക്ക് എത്തുകയാണ്. ശൗലിന് വേണമെങ്കിൽ ദാവീദിനെ കൊല്ലാമായിരുന്നു, അല്ലേ? നമ്മൾ വായിക്കുന്നു, ഗുഹയ്ക്കകത്ത് വെച്ച് ശൗലിൻ്റെ അടുക്കൽ ദാവീദ് എത്തുകയാണ്. ദാവീദ് അവിടെ എത്തി. ദാവീദിന് വേണമെങ്കിൽ ആ രാത്രിയിൽ ശൗലിനെ കൊന്ന് ദാവീദിന് സ്വതന്ത്രമായിട്ട് പോകാം. നമ്മളായിരുന്നു എന്തോ ചെയ്യുമായിരുന്നു അന്ന് രാത്രിയിൽ? ദാവീദിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ശത്രുവാണ് ഈ കിടക്കുന്നത്. ഈ ശത്രുവിനെ കൊന്നു കഴിഞ്ഞാൽ അധികാരം നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല മനസ്സമാധാനം സ്വസ്ഥതയും കിട്ടും. പേടിച്ചൊളിക്കേണ്ട കാര്യമില്ല. നമ്മളാണ് ദാവീദിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു? സത്യം പറ, അപ്പം തന്നെ എപ്പം ഫൈറ്റ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലേ? പക്ഷെ ദാവീദ് കൊന്നില്ല. ദാവീദ് അല്പം തുണി കണ്ടിച്ച് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദൈവത്തിൻ്റെ അഭിഷിക്തന് നേരെ എങ്ങനെ എനിക്ക്? പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ആത്മീയത.
ഇതാണ് സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ദാവീദിനെ ശൗലിനെ കൊന്ന് കഴുത്ത് വെട്ടിയെടുത്തുകൊണ്ട് വരാമായിരുന്നു, പണ്ട് ഗോലിയാത്തിനെ കൊന്ന് കഴുത്ത് വെട്ടിയെടുത്തുകൊണ്ട് വന്നതുപോലെ. പക്ഷേ ദാവീദിൻ്റെ സാക്ഷ്യ ജീവിതം ദാവീദിനെ അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ മുമ്പാകെ ചെയ്യാൻ പറ്റുന്ന തോന്നിയവാസത്തരമൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മുടെ സാക്ഷ്യത്തെ ബാധിക്കും. അങ്ങനെ നമ്മുടെ സാക്ഷ്യത്തെ ബാധിച്ചാൽ ആര് ജയിക്കും? പിശാച് ജയിക്കും. അതുകൊണ്ട് ഈ ആക്രമണായുധം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് ഇടയാടുത്തിരണം. നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഇടയാടുത്തിരണം. ഈ സാക്ഷ്യ ജീവിതത്തെ ലഘുവായിട്ട് കാണരുത്, അതിനെ വളരെ പവിത്രമായിട്ട് കാണാം. ഒരുപക്ഷെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ആ കൂടെ ടീച്ചർമാർ മാത്രമേ കാണത്തുള്ളൂ, സഭയിലുള്ള ആരും ഉണ്ടാകത്തില്ല കേട്ടോ, സഭയിലുള്ള ആരും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ നിങ്ങൾ എന്തായിട്ട് ജീവിക്കണം? അവിടെ നിങ്ങൾ സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. കോളേജിൽ പോകുമ്പോൾ നിങ്ങളെ കാണാൻ ആരുമില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഇല്ല, നിങ്ങളുടെ സഹോദരങ്ങളില്ല. പക്ഷേ അവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? സാക്ഷ്യമുള്ളവരായി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കണം. പ്രിയമുള്ളവർ, നിങ്ങളുടെ കൂട്ടുകാർ മനസ്സിലാക്കണം ഞാനൊരു ദൈവ പൈതലാണ് എന്ന്. അല്ലാതെ 3 വർഷം ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടുകാരികൾ പോലും അറിയാതിരിക്കരുത് ഞാനൊരു വിശ്വാസിയാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതായത് കൂട്ടുകാരികൾ 3 വർഷം പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പോയി കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്, ഏഞ്ചല് കോളേജിൽ പോകുന്നെന്ന് വിചാരിക്കുക, ഏഞ്ചലിനെ കുറിച്ച് കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്, ഏഞ്ചൽ ഒരു വിശ്വാസിയായിരുന്നു, അവൾ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എനിക്കറിയത്തില്ല എന്ന് കൂട്ടുകാരികൾ പറയാൻ ഇടയാകരുത്. മനസ്സിലായോ? ഇടയാകരുത്. നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. എവിടെയായിരുന്നാലും സ്ഥലത്തിനോ കാലത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. എവിടെയായിരുന്നാലും സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഇടയായിട്ട് തീരണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിശാചിനറിയാം നിങ്ങളെ എവിടെ കൊണ്ടുപോയാൽ സാക്ഷ്യമില്ലാത്തവരാക്കി നിങ്ങളെ തീർക്കാൻ പറ്റുമെന്ന് പിശാചിനറിയാം. ഒരുപക്ഷേ പിശാച് അതിനുവേണ്ടി നിങ്ങൾക്ക് ജോലി പോലും വാങ്ങിച്ചു തരും. മനസ്സിലാകുന്നു? പിശാച് ഒരുപക്ഷെ നിങ്ങളെ നല്ലൊരു എത്തിക്കും. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ആ പൊസിഷനിലെത്തിയാൽ വിശുദ്ധന്മാരാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം അടിക്കും, അവിടെ എത്തിയാൽ നിങ്ങൾ തെറി വിളിക്കും, അവിടെ എത്തിയാൽ നിങ്ങൾ തോന്നിവാസം ജീവിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകും എന്ന് പിശാച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അറിയാത്ത നിലയിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ തോറ്റുപോകരുത്. നിങ്ങൾ എവിടെയായിരുന്നാലും മനസ്സിൽ ഇന്ന് തന്നെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തോ, ഞാൻ ഇവനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, ഇവനെ ജയിപ്പിക്കുവാൻ, എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ കയറി കളിക്കുവാൻ ഞാൻ ഇവനെ അനുവദിക്കുകയില്ല, ഞാൻ ഇവനെതിരെ ഈ പോരാട്ടം അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു പോരാട്ടമാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞുവല്ലോ, ഇതൊരു പോരാട്ടമാണ്. ഇത് ഇന്നോ നാളെയോ തീർന്നു പോകുന്ന കാര്യമല്ല. നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടാകും പ്രിയമുള്ളവർ ഈ പോരാട്ടം. അപ്പോൾ വിശുദ്ധ ജീവിതത്തിൽ യാതൊരു വിധമായ വീഴ്ചയും വരുത്തരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാലാമത്തെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം കൂടെ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മതി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. 4-ാമത്തെ ആയുധം. 1 പ്രാർത്ഥനയാകുന്ന ആയുധം, 2 പ്രസംഗം, പിന്നെ ദൈവവചനമാകുന്ന ആയുധം, 3 നമ്മൾ ചിന്തിച്ചത് സാക്ഷ്യജീവിതമാകുന്ന ആയുധം, 4 ദൈവത്തെ സ്തുതിക്കുന്ന ആയുധം അല്ലെങ്കിൽ സ്തുതി ആരാധന എന്ന ആയുധം. പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്തോന്ന്? ആരാധന. ദൈവത്തെ ആരാധിക്കുന്നത് പിശാചിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, വിശ്വാസികളായ നാം പലപ്പോഴും ഞായറാഴ്ച ആരാധന മുടക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഞാൻ ആരെയും വിമർശിക്കാൻ പറയുന്നതല്ല, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പറയുകയാണ്. ആരാധനയ്ക്ക് പോകുന്ന ദിവസം രാവിലെ ചെറിയൊരു പനിയുണ്ടെന്ന് വിചാരിക്കുക. ചെറിയൊരു പനി അകത്തൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? സത്യസന്ധമായിട്ട് പറ. പനി ഞാനായിട്ട് ആർക്കും പനി കൊടുക്കണ്ട. പക്ഷെ അന്നൊരു കല്യാണമാണെങ്കിലോ അവിടെ പോയി പനി കൊടുത്താലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്? ആ പിശാചിന് നിങ്ങൾ ജയിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെറിയൊരു പനിയുടെയും തുമ്മലിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട്. അയ്യോ ഇന്നലെ രാത്രി മുഴുവൻ ജോലിയായിരുന്നു, ഡ്യൂട്ടിയായിരുന്നു, അതുകൊണ്ട് നാളെ ആരാധനയ്ക്ക് പോകണ്ട. പക്ഷെ നാളെ കൂട്ടുകാരിയുടെ കല്യാണമാണെങ്കിലോ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് എടുത്ത് നോക്ക്.
കുഞ്ഞുങ്ങളെ ആരാധനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവന്മാർ 6 മണി മുതലേ വിളിക്കണ്ടേ നമ്മൾ? എന്നാൽ ഒരു കല്യാണത്തിനിടാ, കല്യാണം ഇന്ന് കല്യാണമാണ് എണീക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ വിളിയിൽ തന്നെ എനിക്കുണ്ട് 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഒറ്റ വിളിയിൽ തന്നെ എണീക്കും. ഏതൊക്കെ നിലയിൽ നമ്മളെ സാത്താൻ, നമ്മളിതൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയാണ്, അത് ജീവിതത്തിൻ്റെ ഷെഡ്യൂളായിട്ട് പോകുന്നതെന്ന്. അല്ല, നമ്മളെ ഈ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ആയുധം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ഏതായുധം? സ്തുതിക്കുക, ആരാധിക്കുക എന്ന ആയുധം ശരിയായി ഉപയോഗിക്കുമ്പോൾ ഇവൻ്റെ കോട്ടയെ നമ്മൾ തകർക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഫിലിപ്പിയ പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും സുവിശേഷം അറിയിക്കുകയാണ്. ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ ഫിലിപ്പിയിൽ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു. ആ സഹോദരി രക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ അവിടെ വേറൊരു സഹോദരിയും, ഒരു മന്ത്രവാദിയായ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു. അങ്ങനെ മന്ത്രവാദിയായ സഹോദരി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ അവിടെയുള്ള യജമാനന്മാരുടെ വരവ് നിന്നുപോയി. കാരണം ഈ മന്ത്രവാദിയെ വെച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, എടാ നിൻ്റെ ഭാവി ഇങ്ങനെയായിട്ട് തീരും എന്ന് പറയുമ്പോൾ അവൻ 50 രൂപ കൊടുക്കും. 50 രൂപ കൊടുക്കുന്നത് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് യജമാനന്മാർക്കാണ്. ഇവൾ യജമാനന്മാരുടെ കൂലിക്കാരാണ്. അപ്പോൾ ഈ യജമാനന്മാരുടെ വരവ് നിന്നുപോയി ഈ മന്ത്രവാദി രക്ഷിക്കപ്പെട്ടതിലൂടെ. അപ്പോൾ ഇവന്മാർ പ്രശ്നമുണ്ടാക്കി, യജമാനന്മാർ പ്രശ്നമുണ്ടാക്കി. ഇങ്ങനെ പോയാൽ ഈ നാട് മുഴുവനുള്ള മന്ത്രവാദികളെ ഇവന്മാരെന്ത് ചെയ്യും? യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റും. അങ്ങനെ നേരെ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു. രാജാവ് ഇവർ 2 പേരെയും അടിപ്പിച്ചു. നിങ്ങൾ 16-ാമത്തെ അധ്യായം വായിച്ചു നോക്കണം. അവർ 2 പേരെയും അടിപ്പിച്ചു. വസ്ത്രം ഉരിഞ്ഞെടുത്തു എന്നാണ് വായിക്കുന്നത്. താഴോട്ട് വായിച്ചാൽ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വസ്ത്രം പറിച്ചുരിഞ്ഞ് എടുത്തു. അർത്ഥനഗ്നരായി ഇവർ 2 പേരും അടിയേറ്റു, അർത്ഥനഗ്നരായി വളരെ ക്ഷീണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടൊരു കാരാഗ്രഹ പ്രമാണിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയി തടവിലിടാൻ പറഞ്ഞു. കാരാഗ്രഹ പ്രമാണി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ തടവിൽ നിന്ന് ഇവന്മാർ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാരാഗ്രഹ പ്രമാണി കൊല ചെയ്യപ്പെടും. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും ഉള്ളിൽ കൊണ്ടുപോയി ഇവരെ തടവറയിലിട്ടു. എന്ന് മാത്രമല്ല ഇവരുടെ കൈ ആമത്തിലിട്ട് പൂട്ടി. ഒരു കാരണവശാലും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ദേഹം മുഴുവൻ മുറിഞ്ഞു, ദേഹം മുഴുവൻ വേദനയാണ്, ദേഹം മുഴുവൻ മുറിഞ്ഞ് രക്തമൊഴിക്കുന്നുണ്ട്, അർത്ഥനഗ്നനായിട്ട് ഇരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്ന് വിചാരിക്കത്തുള്ളൂ. കാരണം ശരീരം മുഴുവൻ വേദന, അടിച്ചിവന്മാർ പീഡിപ്പിച്ച് വേദനിപ്പിച്ചിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ വിചാരിക്കും, അയ്യോ ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാം, നാളത്തെ പ്രഭാതമല്ലേ, ബാക്കി നാളെ കാണാം എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ ഇവരെന്ത് ചെയ്തു? ആ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ചു. 2, അവർ ദൈവത്തെ, എനിക്കറിയാൻ മേല ഈ മനുഷ്യന്മാർ എങ്ങനെ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന്. ഇവർ പാടി സ്തുതിച്ചത്, ഇവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് നാം വായിക്കുന്ന ഇങ്ങനെ. തടവറക്കാർ, മറ്റുള്ള ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തടവറയ്ക്കുള്ളിലുണ്ടായിരുന്ന മറ്റ് തടവുകാരും കണ്ടുകൊണ്ടിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ചങ്ങല അരിയുകയാണ്. ആരുടെയൊക്കെ ചങ്ങല അരിഞ്ഞു? 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ശ്രദ്ധിച്ചോളയും, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ആരുടെയൊക്കെ ചങ്ങല അരിഞ്ഞു? എല്ലാവരുടെയും. ശീലാസിന്റെയും പൗലോസിന്റെയും മാത്രം ചങ്ങലയല്ല, ആ തടവറയ്ക്കുള്ള എല്ലാവരുടെയും ചങ്ങല അരിഞ്ഞു വീണു. ദൈവത്തെ സ്തുതിക്കുന്നത് പിശാചിന് അത്ര രമ്യമായ ഒരു കാര്യമല്ല, പിശാചിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ നാം ആത്മാർത്ഥമായിട്ട് സ്തുതിച്ചാൽ നമ്മുടെ ചങ്ങല മാത്രമല്ല അഴിഞ്ഞു പോകുന്നത്, നമ്മുടെ ദേശത്തിലെ ചങ്ങലയും അഴിഞ്ഞു മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശം പാപത്തിൻ്റെ പാശത്താൽ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളെ യേശു കർത്താവ് വിളിച്ചു വേർതിരിക്കുന്നത് നമ്മൾ മാത്രം ആ ദേശത്ത് നിന്ന് രക്ഷിക്കപ്പെടണം എന്ന ആശയത്തോടെയല്ല, നമ്മൾ മുഖാന്തരം ആ ദേശവും എന്ത് ചെയ്യണം? പാപത്തിൻ്റെ പാശത്താൽ പിടിക്കപ്പെട്ടത് മാറുവാനായിട്ട് ഇടയായിട്ട് തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശം നമ്മളിലൂടെ അവരുടെ കൈകളിൽ കെട്ടിയിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ ഇടയായിട്ട് തീരണം. ഈ മനുഷ്യന്മാർ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പിശാചിന്റെ കോട്ടയെ തകർത്ത് ഇവരുടെ ചങ്ങലയെ അഴിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ്. അത് ആർക്കിഷ്ടമല്ല? പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദയവേത് ഇനിയെങ്കിലും ആരാധനയ്ക്ക് മുടക്കം വരുത്തരുത്. കഴിയുമെങ്കിലും ഒന്ന് പോകണം. നിങ്ങൾ ആരാധനയ്ക്ക് മുടക്കം വരുത്തിയാൽ നിങ്ങൾ ആരെ ജയിപ്പിക്കുകയാണ്? പിശാചിനെ ജയിപ്പിക്കുകയാണ്. ഈ പട്ടണവാതിക്കലിരുന്ന് ഈ മൂപ്പന്മാർ ചിന്തിക്കുകയാണ്, ഇന്ന് ആരെ പിടിക്കാം, നാളെ കുട്ടമല സഭയിലെ ആരെ പിടിക്കാം, നാളെ വെളിയങ്കോട് സഭയിലെ ആരെ പിടിക്കാം, നാളെ മണക്കാല സഭയിലെ ആരെ പിടിക്കാം, ആരെയാണ് നാളെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത്
ഇന്ന് രാത്രിയിലാകുമ്പോൾ ഒരു വട്ടം കൂടുകയാണ്, നാളെ രാവിലെ ആകുമ്പോൾ ഒരു തലവേദന. എടി നീ സഭ ആരാനിക്ക് പോകുന്നില്ലേ? ഓ ഇന്ന് പോകാൻ മേല, ഇന്ന് പോകാൻ മേല. എന്താ? തലവേദന. ചേട്ടാ പള്ളിയിൽ പോകുന്നില്ലേ, മീറ്റിങ്ങിന് പോകുന്നില്ലേ? ഓ ഇന്ന് വയ്യ. എന്താ? ശരീരവേദന. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പിശാചിൻ്റെ കോട്ടയ്ക്ക് ബലം കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ കോട്ടയെ തകർക്കുകയാണ്. വളരെ ഗൗരവമായി എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. A.W. ടോസർ എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറയുവാനിടയായിട്ട് തീർന്നു: യഥാർത്ഥ ആരാധന നമ്മെ പോരാട്ടത്തിൽ നിന്ന് ജയാളിയാക്കി നമ്മെ മാറ്റുന്നു എന്നാണ്. യഥാർത്ഥ ആരാധന നമ്മെ ഈ പോരാട്ടത്തിലൂടെ വലിയൊരു ജയാളിയാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, നാം കർത്താവിനെ ആരാധിക്കുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. നാം ദൈവത്തെ ആരാധിക്കണം. എപ്പോഴൊക്കെ ആരാധിക്കണം? എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കണം? എപ്പോഴൊക്കെയാണ് സ്തുതിക്കേണ്ടത്? നാം എപ്പോഴും സ്തുതിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഇടവിടാതെ എപ്പോഴും സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കണം. എഫ് എസ് ലേഖനം 5-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. എഫ് എസ് ലേഖനം 5-ാം അധ്യായം അതിന് 20 വാക്യം ഒന്ന് വായിച്ചേ. 5:20. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളണം. അയ്യോ, എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളണം. അപ്പോൾ ഈ ദൈവത്തിന് നന്ദി കരയറ്റുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മാത്രം ചെയ്യേണ്ട കാര്യമല്ല. എല്ലായ്പ്പോഴും ചെയ്യണം, എല്ലായ്പ്പോഴും ചെയ്യണം. തിങ്കളാഴ്ച ചെയ്യണം, ചൊവ്വാഴ്ച ചെയ്യണം, ബുധനാഴ്ച ചെയ്യണം, വ്യാഴാഴ്ച ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. ഒരു ദിവസം ഒരു സഭയിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, ഒരു സുവിശേഷകൻ പ്രസംഗിച്ചു, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും വേണ്ടി നന്ദി കരയറ്റണം. അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ് 2-3 സഹോദരന്മാർ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ പ്രസംഗത്തെ ഇവർ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ആൾ പറയുകയാണ്, ഇന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എല്ലായ്പ്പോഴും നന്ദി കരയറ്റണമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ ടയറ് പൊട്ടാറായിരിക്കുകയാണ്, എനിക്കങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റും? എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന് വിചാരിച്ചു പോവുകയാണ് ഞാൻ. അപ്പോൾ എനിക്കെങ്ങനെ സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അപ്പോൾ ബാക്ക് സൈഡിലിരുന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഈ കാറ് വാങ്ങാൻ ദൈവം കൃപ നൽകിയില്ലേ, അതിനെ ഓർത്ത് എന്തേ സ്തോത്രം ചെയ്തുകൂടെ? ഇനി ഈ കാറ് വീട്ടിൽ ഒതുക്കിയിട്ടിട്ട് വേണമെങ്കിൽ ബസ്സിൽ വന്നുകൂടായിരുന്നോ? അതിന് ദൈവം ബുദ്ധി തന്നിട്ടില്ലേ, ആ ബുദ്ധിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൂടെ എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും, നാം പറയുന്ന എല്ലാ നെഗറ്റീവ് വശങ്ങൾക്കും സ്തോത്രം ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്, സ്തോത്രം ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ പലപ്പോഴും ഈ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാനായിട്ട് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. മാക്ഡൊണാൾഡിൻ്റെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മണക്കാരി ക്ലാസ് എടുത്തപ്പോൾ ഞാനത് പറഞ്ഞെന്ന് തോന്നി. ഒരു സഭയിൽ കലണ്ടർ തൂക്കിക്കൊണ്ടിരിക്കുക ഒരു പയ്യൻ. കലണ്ടർ തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ കലണ്ടറിൽ അടിക്കുന്ന ആണി തെറ്റി അവൻ്റെ കയ്യിൽ ഒരു വിരളി വന്ന് അടിച്ചു. ഇവൻ ഉടനെ തന്നെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു പയ്യൻ പറഞ്ഞു, ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ലേ, കയ്യിൽ ആണി കൊണ്ട് അടിയേറ്റപ്പോഴാണ്, നമ്മളാണെങ്കിൽ എന്ത് പറയും? അയ്യോ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് നമ്മൾ പറയും. ഈ മനുഷ്യൻ സ്തോത്രം ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞ് ചോദിച്ചു, എന്തിനാണെങ്കിൽ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താ, അടി കിട്ടുമ്പോൾ എങ്ങനെ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, മോനെ, എൻ്റെ ഒരു വിരലിലല്ലേ അടി കിട്ടിയുള്ളൂ, ബാക്കി 4 വിരലും ഉണ്ടല്ലോ, സേഫാണല്ലോ, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറ്റും, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റും. ഇവിടെ ദൈവം പറയുന്നത് അങ്ങനെയാണ്, ദൈവവചനം പറയുന്നതാണ്, എല്ലാറ്റിനു വേണ്ടിയും എപ്പോഴും സ്തോത്രം ചെയ്യുക. അങ്ങനെ നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യുമ്പോൾ പിശാചിൻ്റെ കോട്ടയെ നമ്മൾ തകർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആയുധം ഈ സ്തോത്രം, ആരാധന എന്ന ആയുധമാണ്. നിങ്ങൾ ഈ 4 ഭാഗങ്ങളും വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു പദപ്രയോഗം ശ്രദ്ധിച്ചവർക്കറിയാം. 4 വാക്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഈ ചിന്തിച്ച 4 ആയുധങ്ങളിലും പൊതുവായി പറയുന്നൊരു ആയുധമുണ്ട്, ഒരു പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലായ്പ്പോഴും എല്ലാറ്റിനും. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു, ദൈവവചന കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു, ആ വിജയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു, ഈ സാക്ഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു. ഇവിടെ സ്തോത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴും പറയുക, എല്ലായിടത്തും എപ്പോഴും സ്തോത്രം ചെയ്യണം. ഈ 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ആശയം ഇവിടെ നിർത്തുകയാണ്. അതായത് ആക്രമണത്തിൻ്റെ ആയുധങ്ങൾ, പ്രധാനപ്പെട്ടവ 4 1 പറഞ്ഞാട്ടെ, പ്രാർത്ഥന; 2 പ്രസംഗം, ദൈവവചനം; 3 സാക്ഷ്യജീവിതം; 4 സ്തുതി, ആരാധന. ഇതാണ് 4 വിവിധങ്ങളായ ആക്രമണ ആയുധങ്ങൾ. ഇനിയും അനേകമുണ്ട് കേട്ടോ, ഇനി അനേകമുണ്ട്, അത് വിശദീകരിക്കാൻ സമയമില്ല. ഇനി നമ്മൾ 2ാമത്തെ വെപ്പണിലേക്ക്, 2ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 2ാമത്തെ ഭാഗമെന്ന് പറയുന്നത് എന്താണ്? ഏതായുധമാണ്? പ്രതിരോധത്തിൻ്റെ ആയുധമാണ്.
ഒന്ന് ഒഫൻസീവ് വെപ്പൺസ്, ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. 2 നമ്മുടെ പോരാട്ടത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് ഡിഫെൻസീവ് ആയിട്ടുള്ള ആയുധമാണ്. അത് പ്രതിരോധത്തിൻ്റെ ആയുധമാണ്. എന്നെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി നിർത്തുന്ന ആയുധമാണ്. ആ ആയുധങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? എഫെസ്യ ലേഖനം 6-ാം അധ്യായം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ മാത്രമല്ല കേട്ടോ, ഈ ഡിഫെൻസീവ് വെപ്പൺസ്, അതായത് പ്രതിരോധത്തിനുള്ള വെപ്പൺസിനെ കുറിച്ച്, ആയുധങ്ങളെക്കുറിച്ച് വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഏകദേശം 50-ലധികം ആയുധങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. എത്ര ആയുധങ്ങൾ? 50-ലധികം ആയുധങ്ങൾ. 50-ലധികം ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആയുധവും ഓരോ ബൈബിൾ ക്ലാസ്സാണ്. മനസ്സിലായോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ പകുതിയും ഇത് തന്നെ പ്രസംഗിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമുക്ക് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്ന എഫെസ്യ ലേഖനത്തിൽ മാത്രം നിന്നുകൊണ്ട് അതിനോട് ചേർന്ന് ചില വാക്യങ്ങളൂടെ വായിച്ച് ഈ ആയുധങ്ങളെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. ഒരു ചോദ്യം ചോദിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കേണ്ടത്? രക്ഷിക്കപ്പെടുമ്പോഴാണോ? സ്നാനപ്പെടുമ്പോഴാണോ? അതോ ഇന്ന് രാവിലെയാണോ? എപ്പോഴാണ് ഇത് ധരിക്കേണ്ടത്? സുവിശേഷന്മാർ പറയണ്ട, വിശ്വാസികൾ പറഞ്ഞാട്ടെ. എപ്പോഴാണ് ധരിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടപ്പോൾ ധരിച്ചോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എങ്ങനെ നമ്മൾ പറയും അല്ലേ? സ്നാനപ്പെട്ടപ്പോൾ? അതോ ഇന്ന് രാവിലെ? എപ്പോഴാണ് ധരിക്കേണ്ടത്? അവിടെ പൗലോസ് പറയുന്നത് ധരിപ്പിൻ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ എൻഡൈസാസ്ത എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രീക്ക് വാക്ക് പറയുന്നത് നമ്മുടെ പാണ്ഡിത്യം വെളിപ്പെടുത്താനൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സജീവമായിട്ട് ധരിക്കേണ്ട ഒരു വസ്ത്രമാണിത്. സജീവമായിരിക്കണം. അതായത് രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം ധരിച്ചാൽ പോരാ, സ്നാനപ്പെട്ടപ്പോൾ മാത്രം ധരിച്ചാൽ പോരാ, ഇത് എല്ലാ ദിവസവും ധരിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ധരിക്കേണ്ടതാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിൻ്റെ മനസ്സിലേക്കുള്ള പട്ടാളക്കാരൻ എന്ന് പറയുന്നത് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരൻ എല്ലാ ദിവസവും ഈ വസ്ത്രം ധരിച്ചു വേണം പട്ടാളക്കളത്തിലേക്ക് പോകുവാൻ. അവന് ഒരു ദിവസം പോലും ഈ വസ്ത്രം മാറ്റിവെച്ചിട്ട് പോകാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ വിശ്വാസികളായ നമ്മുടെ പോർക്കളം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, നമ്മുടെ പോർക്കളം ഏതാണ്? പോയാ മനസ്സാണ് നമ്മുടെ പോർക്കളം. അവിടെയാണ് ഈ സാത്താൻ ഇതെല്ലാം വിതയ്ക്കുന്നത്. അവിടെയാണ് വിതച്ച് നമ്മളെ പിന്നെ അവിശ്വാസികളാക്കി മാറ്റുന്നത്. അവിടെ വിതച്ചിട്ടാണ് നമ്മളെ ആരാധനയ്ക്ക് പ്രാധാന്യമില്ലാത്തവരാക്കി മാറ്റുന്നത്. അവിടെ വിതച്ചിട്ടാണ് നമ്മൾ ബൈബിളിന് പ്രാധാന്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിനെയാണ് ഇവൻ തകർക്കുന്നത്. അതാണ് പോർക്കളം. അപ്പോൾ ഈ പോർക്കളത്തിൽ ജീവിക്കുന്ന നമ്മൾ എപ്പോഴും സജീവമായി ഈ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. ഒരു ദിവസം ധരിച്ചിട്ട് ഓക്കെ ഇന്ന് മാറ്റിവെക്കാം എന്ന് പറയാൻ വ്യവസ്ഥയില്ല. എല്ലാ ദിവസവും ഇത് ധരിക്കണം. എല്ലാ ദിവസവും ധരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയാടുത്തണം. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ ജോൺ കാൽവിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ശരിയായ ആത്മീയ അച്ചടക്കത്തിന് സർവായുധ വർഗം എന്നും ധരിക്കണമെന്നാണ്. ഒന്നുകൂടെ പറയട്ടെ, ശരിയായ ആത്മീയ അച്ചടക്കത്തിന് സർവായുധ വർഗം വല്ലപ്പോഴും ധരിക്കണമെന്നല്ല, എന്നും ധരിക്കണം. രാവിലെ ഉറക്കണീക്കുമ്പോൾ നമ്മൾ ബോധ്യമാകണം, ഓക്കെ ഞാൻ ഇന്ന് സർവായുധ വർഗം ധരിച്ചിട്ടുണ്ട്. ഇനി ഈ സർവായുധ വർഗത്തിൻ്റെ പ്രാധാന്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സർവായുധ വർഗങ്ങളാണ് വേദപുസ്തകം നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചത് ആക്രമണത്തിനുള്ള ആയുധങ്ങളാണ്. ഈ ആക്രമണത്തിൻ്റെ ആയുധവും ഈ പ്രതിരോധത്തിനുള്ള ആയുധവും ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആക്രമണത്തിനുള്ള ആയുധം ആലോചിച്ച് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലാകുന്നുണ്ടോ? എനിക്കിന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കാം, ഇന്ന് ഞാൻ പ്രാർത്ഥനയിലൂടെ വേണം തോൽപ്പിക്കണോ, ദൈവവചനം പറഞ്ഞ് തോൽപ്പിക്കണോ, ആലോചിച്ചിട്ട് എനിക്ക് ഈ ആയുധം ഇറക്കാം. പക്ഷേ ഈ സർവായുധ വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മൾ 24/7 എവിടെയാണ്? പോർക്കളത്തിലാണ്. ആ പോർക്കളത്തിലായിരിക്കുന്ന നമ്മൾ ആലോചിച്ച് പ്രതിരോധിക്കേണ്ടവരല്ല, ഓരോ നിമിഷവും പ്രതിരോധത്തിൽ ആയിരിക്കേണ്ടത്. അത് നമ്മുടെ നോട്ടവും വാക്കും ചിന്തയും ഒക്കെ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അവിശ്വാസി സംസാരിക്കുന്നവരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവിശ്വാസി പോകുന്നിടത്തെല്ലാം നമുക്ക് പോകാൻ പറ്റില്ല. അവിശ്വാസി ഇടുന്ന എല്ലാ വേഷവും നമുക്ക് ഇടാൻ പറ്റില്ല. അവിശ്വാസി ഇടപെടുന്ന എല്ലായിടത്തും നമുക്ക് ഇടപെടാൻ പറ്റില്ല. അവിശ്വാസികൾ ചെയ്യുന്ന എല്ലാ ചെയ്തികളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഈ പ്രതിരോധത്തിലാണ്. അതിന് നമുക്ക് ഈ ആയുധം വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ 2 ആയുധങ്ങളും ഉപയോഗിക്കുന്നത് സഭയായിട്ടല്ല, ഈ 2 ആയുധം ഉപയോഗിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്.
അതായത് ഞാൻ പ്രതിരോധത്തിൻ്റെ ആയുധം ഉപയോഗിക്കുന്നതും ആക്രമണത്തിൻ്റെ ആയുധം ഉപയോഗിക്കുന്നതും സഭയാട്ടോ. ഓക്കെ, നാളെ വെളിയങ്കോട് സഭ പ്രാർത്ഥന എടുത്തി ഈ ആഴ്ച നമുക്ക് പിന്നെ പ്രസംഗം എന്ന ആയുധം ഉപയോഗിക്കാം. അങ്ങനെ സഭയായിട്ട് ആലോചിച്ച് എടുക്കേണ്ട ആയുധമല്ല. ഇത് ഓരോ ദിവസവും നമ്മൾ വ്യക്തിപരമായി നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധമാണ്. കർത്താവ് പറയുന്നു, ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സഭയായിട്ടല്ല അവിടെ നിൽക്കുന്നത്, അവിടെ പിന്നെ ഓരോരുത്തരായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ആയുധം എങ്ങനെ ഉപയോഗിച്ചു എന്നും ഈ ഓരോരുത്തരും ഉപയോഗിക്കുന്നതിൽ എവിടെയൊക്കെ നമുക്ക് പാളിച്ച സംഭവിച്ചു എന്നും നമ്മൾ ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടവരാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇത് ഇൻഡിവിജ്വൽ വെപ്പൺസാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കേണ്ട വെപ്പൺസാണ്. അപ്പോൾ നമ്മൾ ഈ ആയുധങ്ങളിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. പ്രതിരോധത്തിൻ്റെ ആയുധം. പ്രതിരോധത്തിൻ്റെ ആയുധം എന്ന് പറയുന്ന എഫെസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന് അതിന് തുലനം ചെയ്യാൻ പഴയ നിയമത്തിലൊരു അധ്യായം കൂടെയുണ്ട്. അതും കൂടെ ഒന്ന് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുക. 2 രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് എടുക്കാൻ പെട്ടെന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈവില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. കൈവില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. അവൻ കൈ വെച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്ക എന്ന് എലീശ പറഞ്ഞു. എയ്താറെ അവൻ, അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഭയക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു. മതി. അവിടെ യോവാശും എലീശയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എലീശ യോവാശിനോട് പറയുന്ന 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന്, എലീശ യോവാശിനോട് പറയുകയാണ്, നീ ഒന്ന് അമ്പും വില്ലും എടുക്കുക. 2 കൈ വില്ലിന്മേൽ വയ്ക്കുക. 3 17-ാമത്തെ വാക്യം കിളിവാതിൽ തുറക്ക. 4 എയ്ക. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യോവാശിന് വിജയമുണ്ടാകുന്നത്. ഈ വിജയം പബ്ലിക്കായിട്ടുള്ള വിജയമല്ല, ഈ വിജയം രഹസ്യത്തിലുള്ള ഒരു വിജയമാണ്. ഈ രഹസ്യത്തിലുള്ള വിജയം പബ്ലിക്കായിട്ടുള്ളൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് യോവാശിന് എലീശ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാകും. അതായത് യോവാശിനോട് പറയുകയാണ്, നീ അമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ അമ്പും വില്ലും എടുത്തു ഈ മനുഷ്യൻ. നീ അമ്പും വില്ലും എടുത്തിട്ട് കിളിവാതിൽ തുറക്കാൻ പറഞ്ഞു. കിളിവാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പറയുക, കൈ വില്ലിന്മേൽ വെക്കുക എന്ന് പറഞ്ഞു. വില്ലിന്മേൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു എയ്യാൻ പറഞ്ഞു. എയ്തു. അങ്ങനെ എയ്ത് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഈ എയ്ത് കഴിയുന്ന ആ സമയത്ത് യോവാശിനോട് പറയുക, നീ ഈ എയ്ത അമ്പുണ്ടല്ലോ, ആ അമ്പുണ്ടല്ലോ, അത് ഇസ്രായേലിൻ്റെ വിജയ അമ്പാകുന്നു, അസ്ത്രമാകുന്നു. അത് പോയി പതിച്ച ഇടത്തെക്കുറിച്ചോ അത് പോയി ആരുടെ മേൽ വീണോ എന്നുള്ളതിനെക്കുറിച്ച് പ്രസക്തിയില്ല. നിങ്ങൾ ജയിക്കാൻ പോകുന്ന ജയത്തിൻ്റെ മുന്നോടിയാണ് ഇത് എന്ന് പറയുകയാണ്. 4 കാര്യങ്ങൾ അവിടെ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തകൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഒന്ന്, ഈ എലീശ യോവാശിനോട് പറയുന്ന 1-ാമത്തെ കാര്യം, യുദ്ധത്തിന് നീ റെഡിയാകണം എന്നുള്ള കാര്യമാണ്. യുദ്ധത്തിന് നീ റെഡിയാകണം. സർവായുധവർഗം ധരിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ റെഡിയാകലാണ്, മുൻകൂട്ടിയുള്ള ഒരു റെഡിയാകലാണ്. 2 പറയുകയാണ്, നീ ആയുധങ്ങൾ എടുക്കണം. 3 പറയുക, വാതിൽ തുറക്കണം. 4 പറയുക, ലക്ഷ്യത്തിലേക്ക് എയ്യണം. 5 പറയുക, രഹസ്യത്തിൽ നിനക്കൊരു വിജയം ഉണ്ട്. ഈ 5 കാര്യങ്ങൾ സർവായുധവർഗമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതം ഇതുപോലെയാണ്. നമ്മൾ ആയുധമെടുക്കേണ്ടവരാണ്. നമ്മൾ ഈ ആയുധം ധരിക്കേണ്ടവരാണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക്, ഈ പോരാളിയായിരിക്കുന്ന സാത്താൻ ഏത് വിധേന നമ്മളെ തകർക്കാനായിട്ട് വരുമെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഈ ആയുധം ഇറക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ്. അതായത് എൻ്റെ ചുറ്റുവെന്ന് നടക്കുക, നമ്മുടെ ഓരോരുത്തരും ചുറ്റുവെന്ന് നടക്കുക. നമ്മളെ എപ്പോഴാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, ഗോഡ്സൺ അവിടെ നോക്കി, എങ്കിൽ ആ നോട്ടത്തിൽ കൊടുക്കിയേക്കാം എന്ന് തക്കം പാർത്ത് ഈ പിശാച് നടക്കുക, പിശാചിൻ്റെ സേവകർ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നോക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കണം, ഞാൻ വിശ്വാസിയാണെന്നും ഞാൻ അതിൽ നോക്കി ആസ്വദിക്കാൻ പാടില്ല എന്നും ഞാൻ മനസ്സിലാക്കി ആ നോട്ടത്തെ എനിക്ക് പിൻവലിക്കുവാനുള്ള ആയുധമാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നത്. അതിനെയാണ് സർവായുധവർഗം
എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ നോക്കേണ്ടതേ നോക്കാവൂ, ഞാൻ കാണേണ്ടതേ കാണാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ, പറയേണ്ടതേ പറയാവൂ, പോകേണ്ടിടത്തേ പോകാവൂ. ചിലപ്പോൾ യുവ സഹോദരന്മാർ പറയാറുണ്ട്, ഓ ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ തലമുടി വെട്ടരുത്, ഇങ്ങനെ തലമുടി വെട്ടരുത്, ആ വസ്ത്രം ഇടരുത്, ഈ വസ്ത്രം ഇടരുത്, അവർ ചെയ്യുന്ന പോലെ ചെയ്യരുത്, എല്ലാം ചെയ്യരുത് 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 ചെയ്യരുതെന്ന് മാത്രമേ ഇവർക്ക് പറയാനായിട്ടുള്ളൂ. അതേ പ്രിയമുള്ളവരെ, വേദപുസ്തകം നൽകുന്ന ഈ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് നാം ജീവിച്ചാൽ ഇതിൻ്റെ മറുഭാഗത്ത് നമുക്ക് വലിയൊരു പ്രതിഫലം ലഭിക്കുവാനായിട്ടിടയായിട്ട് തരും. വളരെ വലിയ ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആസ്വാദനമായ ലിമിറ്റേഷനാണ്. അതാണ് പോളികാർപ്പ് പറഞ്ഞത്. കഴിഞ്ഞ 90 വർഷം ഞാൻ വിശുദ്ധനായി ജീവിച്ചിട്ട് അവസാനം വന്നിട്ട് പറയുക, ഈ കർത്താവിനെ അങ്ങ് തള്ളിപ്പറ എന്ന് പറഞ്ഞാൽ ഈ 90 വർഷം ഞാൻ ജീവിച്ചത് വേസ്റ്റായിപ്പോയി. എനിക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് പോകാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ കള്ളു കുടിക്കാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ മോഷ്ടിക്കാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ കള്ളം പറയാമായിരുന്നു, അതിന് മാന്താൻ പോകാമായിരുന്നു, തോന്നിവാസം ജീവിക്കാമായിരുന്നു. പക്ഷെ 90 വർഷം ഞാൻ ചെയ്യാതെ അവസാനം മരിക്കാറാകുമ്പോൾ ഞാൻ വന്നിട്ട് പറയുക, ഇനി എനിക്ക് ക്രിസ്തുവിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ചെയ്ത ഈ 90 വർഷം ലോകകാര്യങ്ങളിൽ ആസ്വാദനം എനിക്ക് അനേകം ചെയ്യാമായിരുന്നു, ഞാനത് ആസ്വദിക്കാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് വലിയ മണ്ടനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതമാകുന്ന ഈ ക്രിസ്തീയ ജീവിതം ഉണ്ടല്ലോ, ആ ക്രിസ്തീയ ജീവിതത്തിനൊരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം എന്ന് പറയുന്നത് ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ടുള്ള ആസ്വാദനമാണ്. അപ്പോൾ ഇവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി പോരാട്ടത്തിനിറങ്ങണം. അതാണ് യോവാശിനോട് പറയുന്നത്, യോവാശെ നിനക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകണം. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നീ അമ്പ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ പടയാളികളെ നിനക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. നിനക്കിപ്പോൾ രഹസ്യത്തിലാണ് വിജയം തരുന്നത്, നീ താമസിക്കാതെ പരസ്യത്തിൽ ഈ നിൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ആരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം ദൈവം വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരും. നാം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരും. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മൾ എത്ര പ്രാവശ്യം ഈ പിശാചിനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നും, നമ്മൾ എത്ര പ്രാവശ്യം ഇവൻ്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ടുണ്ടെന്നും, നമ്മൾ എത്ര പ്രാവശ്യം ഇവൻ്റെ കോട്ടയ്ക്കകത്ത് പോയി അവനോടൊപ്പം ജീവിച്ചിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തുന്നൊരു ദിവസമുണ്ട്. ഇവിടെ രഹസ്യത്തിലാണ് യോവാശിന് വിജയം കിട്ടിയെങ്കിൽ യോവാശെ താമസിക്കാതെ നിനക്ക് പരസ്യത്തിൽ വിജയം നിനക്ക് അനുഭവിക്കാനായിട്ട് പോകുക. നമ്മുടെ വിശ്വാസ ജീവിതം രഹസ്യത്തിലാണ് നാം ഇന്ന് വിജയം നേടി പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം പരസ്യത്തിൽ പ്രഖ്യാപിക്കുന്നൊരു ദിവസമുണ്ട് താമസിക്കാതെ. ഇവിടെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. വിശുദ്ധ ജീവൻ നയിച്ചുകൊണ്ട് ചിലപ്പോൾ സുവിശേഷം പറയില്ല, കൊള്ളാം നല്ല മോള് അല്ലെങ്കിൽ നല്ല മോൻ എന്നാരും പറഞ്ഞു കാണത്തില്ല, മൂപ്പന്മാർ പറഞ്ഞു കാണത്തില്ല, കൂട്ടുവിശ്വാസികൾ പറഞ്ഞു കാണത്തില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ തോളിൽ തട്ടി നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം ഉണ്ട്, മറന്നു പോകരുത്. അതുകൊണ്ട് ഈ സർവായുധ വർഗം ധരിച്ച് സാത്താനെ ഏതൊക്കെ നിലയിൽ തോൽപ്പിക്കാൻ പറ്റുമോ അത് ആ നിലയിലൊക്കെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഇതൊരു ഡിഫെൻസീവ് വെപ്പണാണ്. നമുക്ക് അവനോട് എതിർത്ത് നിൽക്കാനുള്ള ആയുധമാണ്. ഈ പോരാട്ടത്തിൽ അവനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കണം. ഈ എതിരാളി വലിയവനാണെങ്കിലും എതിർത്ത് നിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദാവീദ് ഗോലിയാത്തിൻ്റെ തല വെട്ടി വന്നതുപോലെ നമുക്കും വിജയപേര് മുഴക്കി വരാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ശത്രു വലിയവനാണ്, നമ്മുടെ ശത്രു നമ്മളെക്കാൾ ബലവാനാണ്. പക്ഷേ നമ്മൾ അവനോട് എതിർത്ത് നിൽക്കുവാനുള്ള മനസ്സ് കാണിച്ചാൽ ആ ചെറിയൊരു പയ്യനെ കൊണ്ട് മല്ലനായ ഗോലിയാത്തിൻ്റെ തല വെട്ടി എടുത്ത് യെരുശലേമിലേക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേൽ ജനതയുടെ മുമ്പാകെ ഈ കുഞ്ഞു പയ്യൻ വലിയ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം, ഈ ആയുധം ധരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ പ്രതിരോധത്തിൻ്റെ ആയുധങ്ങൾ എടുത്തിടുവാൻ നമുക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതം ധന്യമായിട്ട് തീരും. 1-ാമത്തെ ആയുധത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രതിരോധത്തിൻ്റെ ആയുധം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഈ ക്ലാസ് ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നാളെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ മറ്റു ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുക. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുകയും നീതി എന്ന കവചം ധരിച്ചു. മതി. 1-ാമത്തെ കാര്യം അരയ്ക്ക് സത്യം കെട്ടുക എന്നുള്ളതാണ്. അരയ്ക്ക് സത്യം കെട്ടുക എന്നുള്ളതാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിൻ്റെ മുമ്പിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് എഫീസ്യ സ്ഥലം സഭയിലെ വിശ്വാസികളാണ്. അവർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഇത് എഴുതുന്നത്. 21-ാം നൂറ്റാണ്ടിന് ഇപ്പുറം ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ ഇതെന്താണ് അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇമ്മീഡിയറ്റ് ഓഡിയൻസായ
എഫെസസ് സഭയിലെ വിശ്വാസികൾക്ക് ഒരു സംശയവും അതിനെക്കുറിച്ചുണ്ടായിരുന്നില്ല. എന്തിനാണ് അരക്കിങ്ങനെ സത്യം കെട്ടുക എന്ന് പറയുന്നത്? സാധാരണ ഇസ്രായേലിലുള്ള യഹൂദന്മാരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിന്ന് പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ലൂസായിട്ടുള്ള വസ്ത്രമാണ്, വളരെ റിലാക്സ് ആയിട്ടുള്ള, നമ്മളെപ്പോലെ വളരെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളല്ല അവർ ധരിക്കുന്നത്, വളരെ ലൂസായിട്ടുള്ള വസ്ത്രമാണ്. അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ഈ ലൂസായിട്ടുള്ള വസ്ത്രമായിട്ട് പോയി കഴിഞ്ഞാൽ, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ അവരൊരു ബെൽറ്റ് അരയ്ക്ക് കെട്ടി ഈ വസ്ത്രത്തെ ഒതുക്കുക പതിവാണ്. അങ്ങനെയാണ് ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അരയ്ക്ക് എന്ത് കെട്ടണം? സത്യം കെട്ടണം. നിങ്ങൾ ഈ പിന്നെ ഡിഫെൻസീവ്, അതായത് ഈ പ്രതിരോധത്തിൻ്റെ ആയുധങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഈ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒട്ടുമിക്ക ആയുധങ്ങളും ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത് പറയുന്ന ആയുധം ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പറയുന്ന ആയുധം ഈ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട ആയുധമാണ്. അതുകൊണ്ട് ഈ ബെൽറ്റിനെ കുറിച്ച് പറയുകയാണ്, ഇതെങ്ങനെയുള്ള ബെൽറ്റാണ്? ഇത് സത്യത്തിൻ്റെ ബെൽറ്റാണ്. ഈ സത്യത്തിൻ്റെ ബെൽറ്റാണ് അരക്കി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അസത്യത്തോടുകൂടെ ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ എന്തിൽ ജീവിക്കേണ്ടവരാണ്? സത്യത്തിൽ ജീവിക്കേണ്ടവരാണ്. അതിന് കാരണം എന്നാ? അതിന് കാരണമെന്ന് പറയുന്നത്, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യേശു കർത്താവ് ഈ സത്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ടോ, നിങ്ങൾ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം എങ്ങനെയുള്ളതാകുന്നു? സത്യമാകുന്നു. അപ്പോൾ നിങ്ങളുടെ സത്യം അരക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വചനമാകുന്ന ഈ ദൈവവചനത്തെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ദൈവവചനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം സത്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സാധനമുണ്ട്. സത്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കള്ളമാണ്. സത്യത്തിൻ്റെ ഓപ്പോസിറ്റ് കള്ളമാണ്. പിശാചിനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശു കർത്താവ് പറയുകയാണ്, ഇവൻ കള്ളനെന്ന് മാത്രമല്ല യേശു കർത്താവ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:44 പറയുന്നത്, ഇവൻ കള്ളനുമല്ല, കള്ളൻ്റെ അപ്പൻ. അതിൻ്റെ അപ്പൻ എന്നാ വായിച്ചേ, 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. അയ്യോ, അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് സത്യവും മറുഭാഗത്ത് കള്ളവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്, പോരാട്ടമാണ് നടക്കുന്നത്. ഈ കള്ളൻ എങ്ങനെയെങ്കിലും ഈ കള്ളത്തരം കാണിച്ച് നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ അരയ്ക്ക് സത്യം കെട്ടി ഈ കള്ളത്തരത്തിനെതിരെ പോരാടുന്നത്, ഈ കള്ളനെതിരെ പോരാടുന്നത്, ഈ ബോഷ്ക് പറയുന്നതിനെതിരെ പോരാടുന്നത്. അപ്പോൾ വിശ്വാസികൾ ഈ കള്ളത്തരത്തിനകത്ത് വശംവദരായി പോയാലോ? നമ്മളൊക്കെ ഈ ഭൂമി ജീവിക്കുമ്പോൾ അങ്ങിങ്ങായിട്ട് അസത്യം ചിലപ്പോഴൊക്കെ പറയാനുള്ള സാധ്യതയുണ്ടല്ലേ? നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകാറുണ്ടോ? അതായത് ഞാനൊരു കള്ളത്തരം പറഞ്ഞു, ഞാൻ ജവദാസങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുക, ലോഡ് സാർ എവിടെ നിൽക്കുന്നു? അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ പറയും ഞാൻ പ്രവർത്തനത്തിലാണ്. അതൊരു കള്ളമാണ് യഥാർത്ഥത്തിൽ. ഞാൻ എവിടെ ഇരിക്കുകയാണ്? ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞെന്തുവാ? പ്രവർത്തനത്തിലിരിക്കുകയാണ്. വലിയ കള്ളമൊന്നുമല്ല അല്ലേ? ഞാൻ വിചാരിക്കുന്നത് വലിയ കള്ളമൊന്നുമല്ല എന്നാണ്. പക്ഷേ ഈ നമ്മുടെ പാപത്തിൻ്റെ ഈ പട്ടിക പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ആ പാപത്തിൻ്റെ പട്ടികയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമൊക്കെ ഈ കള്ളത്തരം പറയുമ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാകും. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ദൈവദാസനല്ലേ, കള്ളം പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് കുറ്റബോധം ഉണ്ടാകും. രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോഴും കുറ്റബോധം ഉണ്ടാകും. മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോഴും കുറ്റബോധം ഉണ്ടാകും. പിന്നെ എന്നും ഇത് സ്ഥിരം പണിയാകുമ്പോൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? കുറ്റബോധം ഉണ്ടാകുന്നത്. അതിനെ ഹാബിച്വൽ സിൻ എന്ന് പറയും. അതായത് ശീലമായ പാപം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കള്ളം പറയുന്ന ഒരു പാപമേ അല്ല. ഇപ്പം ചെറുതായിട്ട് എന്തെങ്കിലും മോഷ്ടിക്കുന്ന ഒരു പാപമേ അല്ല. കാരണം ഫസ്റ്റ് മോഷ്ടിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞടാ മോഷ്ടിക്കരുത്. ഫസ്റ്റ് പാപം ചെയ്തപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത് ചെയ്യരുത്. പിന്നെയും നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ആ പറച്ചിലങ്ങ് നിർത്തി. ഇപ്പം നമുക്ക് എന്തല്ല അത്? ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എനിക്ക് ശരിയാണ് കേട്ടോ, ഈ പറയുന്നതൊക്കെ ശരിയാണ്. നമ്മൾ എത്ര കള്ളത്തരം ഓരോ ദിവസവും പറയുന്നത് അല്ലേ? ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും. പണ്ടൊക്കെ ദൈവാത്മാവ് കുറ്റബോധം തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കതൊരു പാപമേ അല്ല. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോഷ്കിൻ്റെ അപ്പനുണ്ടല്ലോ, അവൻ്റെ മക്കളെന്ന് നമ്മൾ ലോകത്തോട് തെളിയിച്ചു കൊടുക്കുക.
ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, ആ കള്ളം പറയുമ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ ആ കള്ളം ആസ്വദിക്കുകയാണെന്നാണ് അർത്ഥം. ഞാനിവിടെ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് പറയട്ടെ, നമുക്ക് കള്ളം പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകണം. എനിക്ക് പ്രയാസമുണ്ട്, ഞാനൊരു കള്ളം പറഞ്ഞാൽ എനിക്കൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം എനിക്ക് എൻ്റെ മനസ്സിൽ മാറുന്നത് വരെ, അല്ലെങ്കിൽ ആ കള്ളം പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് വരെ എനിക്കൊരു ടെൻഷനുണ്ട് മനസ്സിൽ. ആ ടെൻഷൻ നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കോട്ടയ്ക്കകത്താണ്. ഇന്ന് രാത്രി നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനമാകുന്ന സത്യത്തെ ബോഷ്കിൻ്റെ ആയുധമാക്കി തീർത്തിട്ടുണ്ടോ നമ്മൾ? ഈ കള്ളൻ്റെ അപ്പനായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ ജീവിതത്തെ അടിയറവ് വെച്ചിട്ടുണ്ടോ? അപ്പൻ്റെ മുമ്പിൽ കള്ളം പറയുന്ന മക്കളില്ലേ? ഭാര്യയുടെ മുമ്പിൽ കള്ളം പറയുന്ന ഭർത്താവില്ലേ? ഭർത്താവിൻ്റെ മുമ്പിൽ കള്ളം പറയുന്ന ഭാര്യമാരില്ലേ? പ്രിയമുള്ളവരെ, സഭാ സുവിശേഷകൻ്റെ മുമ്പാകെ കള്ളം പറയുന്ന വിശ്വാസികളില്ലേ? മൂപ്പന്മാരുടെ മുമ്പിൽ കള്ളം പറയുന്ന സുവിശേഷകന്മാരില്ലേ? ഇത് ഭയാനകമാണ്, ഇത് ഭയാനകമാണ്, ഇത് ഭയാനകമാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ ഈ പ്രതിരോധത്തിൻ്റെ ആയുധം ധരിക്കണം. ഈ പ്രതിരോധത്തിൻ്റെ ആയുധം നിങ്ങളുടെ അരയ്ക്ക് കെട്ടിയിരിക്കണം. ഇത് രക്ഷിക്കപ്പെടുമ്പോൾ കെട്ടുകയല്ല, എല്ലാ ദിവസവും കെട്ടണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത്, അരയ്ക്ക് സത്യം കെട്ടി മുൻപോട്ട് പോകണം. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ കള്ളത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ പാപം അവിശ്വാസമാണെങ്കിലും അവിടെ അവർ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. യേശു കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നത് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നത്. യേശു കർത്താവ് തെറ്റ് ചെയ്തു എന്നും യേശു കർത്താവ് സ്വയമായിട്ട് ദൈവമാണെന്ന് പിന്നെ പ്രഖ്യാപിച്ച് അടുത്ത രാജാവാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാണ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നത്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു നീണ്ട പട്ടിക നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ വ്യക്തിപരമായ പഠനത്തിനായിട്ട് ഞാൻ വിടുകയാണ്. ഈ ബെൽറ്റ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അരയ്ക്ക് അതൊരു സത്യമായി തന്നെ നിൽക്കുവാനിടയായിട്ട് തീരട്ടെ. പിശാചിനെ തോൽപ്പിക്കുവാൻ അതൊരു കാരണമായിട്ട് തീരട്ടെ. അത് പിശാചിൻ്റെ കോട്ടയ്ക്കകത്ത് ആ പിശാചിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം 15-ാമത്തെ വാക്യം തന്നെ ഒന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം, സമാധാന സുവിശേഷത്താനുള്ള അല്ല അതിന് മുമ്പ് അരയ്ക്ക് സത്യം കിട്ടിയ നീതി എന്ന കവചം ധരിച്ചും. നീതി എന്ന കവചം ധരിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്, നീതി എന്ന കവചം. കവചം എന്ന് പറയുന്നത് നമുക്കറിയാം, കവചം എന്ന് പറയുന്നത് ഏകദേശം കഴുത്തു മുതൽ വയറ് വരെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുന്നൊരു സാധനമാണ് കവചം. ഇതിന് 2 പീസാണുള്ളത്. ഒന്ന് ഫ്രണ്ടിലും ധരിക്കണം, മറ്റൊന്ന് ബാക്കിലും ധരിക്കണം. 2 ഭാഗത്താണ് ധരിക്കുന്നത്. ഈ അറ്റാക്ക് ഏത് സമയത്തും ഈ ഹൃദയത്തെയും ലങ്സിനെയും തകർക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ കട്ടിയേറിയ ഒരു സാധനമാണ് ഈ കവചം എന്ന് പറയുന്നത്. ഈ കവചത്തിൻ്റെ പ്രത്യേകത വെറും കവചമല്ല. ഇതെങ്ങനെയുള്ള കവചമാണ്? ഇത് നീതിയുടെ കവചമാണ്. അതിനോട് ചേർത്തൊരു വാക്യം കൂടെ വായിക്കാം നമുക്കൊന്ന്. ആ നീതി എന്താണെന്ന് വിശദീകരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി എന്നാണ്. ഈ നീതി എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായി ലഭിക്കുന്ന നീതിയല്ല, ഞാൻ സ്വന്തമായി നേടിയെടുത്ത നീതിയല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണത്താൽ എനിക്ക് ആര് തരുന്ന നീതിയാണ്? ദൈവം തരുന്ന നീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ഈ കവചമിട്ട് നിൽക്കുന്നില്ല അഭിമാനത്തോടു കൂടെ. ഇത് ഞാൻ ജോലി ചെയ്ത് നേടിയെടുത്തല്ലെന്നേ, ഞാൻ എന്തെങ്കിലും കൂലി കൊടുത്ത് നേടിയെടുത്തതല്ല. 5 ദിവസം സഭയിൽ പോയത് കൊണ്ട് എനിക്ക് കിട്ടിയതല്ല, 5 ദിവസം ബൈബിൾ വായിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതല്ല, 5 ദിവസം പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതല്ല. പിന്നെയോ ഇതെനിക്ക് ആര് നൽകിയതാണ്? ക്രിസ്തു നൽകിയതാണ്, ദൈവം നൽകിയതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് വളരെ ഡിഫെൻസീവായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കവചം പിശാചിൻ്റെ മുമ്പാകെ ധൈര്യത്തോടു കൂടെ എന്നെ നിർത്തുവാൻ സാധിക്കുന്ന ഒരു കവചമാണ്. കാരണം ഇത് നൽകിയ ആൾ തോറ്റു തുന്നം പാടിയവനല്ല, അവൻ ജയോത്സവമായി മരണത്തെ കൊണ്ടാടിയ ആളാണ്. അവൻ ജയോത്സവമായി ഈ പിശാചിൻ്റെ സൈന്യത്തെ ആയുധവർഗം വെപ്പിച്ചയാളാണ്. അങ്ങനെ ജയോത്സവമായി ആയുധം വെപ്പിച്ചയാൾ നമുക്ക് നീതിയുടെ കവചം നൽകിയിരിക്കുകയാണ്. ഈ നീതിയുടെ കവചം നൽകിയിരിക്കുക. അപ്പോൾ നീതിയുടെ കവചം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പാകെ നമ്മൾ വിശ്വാസികളായി നീതിയോടെ ജീവിക്കണം എന്നുള്ളതാണ്. വിശ്വാസികൾ നീതിയോടെ ജീവിക്കണം. എൻ്റെ മനസ്സിലേക്ക് അനേക ഉദാഹരണങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ നീതിയോടുകൂടെ നമ്മൾ ജീവിക്കണം. നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ വിശദീകരണം. ഒന്നെടുക്കോ, 2 കൊരിന്ത്യർ 6-ാം അധ്യായം. വളരെ പ്രാധാന്യമുള്ള വാക്യങ്ങളാണത്. 6-ാം അധ്യായം 7-ാമത്തെ വാക്യം, 7 മുതൽ വാക്യം.
സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടതും വലതും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. ഒന്ന് നിർത്തിയാട്ടെ. സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. കേൾക്കണേ, ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. ആരും അറിയാത്തവരെന്നിരുന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിലും കൊല്ലപ്പെടാത്തവർ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഒന്നുമില്ല എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ആരെക്കുറിച്ചാണ് പറയുന്നത് അറിയാമോ? ഈ നീതിയുടെ കവചം ധരിച്ചിരിക്കുന്നവർ. അവർ ഇടത്തും വലത്തുമായി ഈ സത്യത്തെയും സ്നേഹത്തെയും കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗം തിരിച്ചൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. മറുഭാഗത്ത് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളവരായിരുന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ളവരായി എന്നാണ്. എന്നാൽ നമ്മളിപ്പോൾ എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഇങ്ങനെയുള്ളവരല്ല. നമ്മളിപ്പോൾ ആ പഴയ പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ചതിയന്മാരായി തീരാറുണ്ട് അല്ലേ? ചതിയന്മാരായി വിശ്വാസികളെ ചതിക്കുന്നു ഇല്ലേ? കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ പറയുകയാണ്, 2 സഹോദരന്മാർ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങി. ഇവരൊരു ആ ബിസിനസ്സിന് വേണ്ടി കുറച്ച് പൈസ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയൊരു തുക ഇതിൽ ഒരു പാർട്ട്ണർ കൊടുത്തു. ഏകദേശം 20 ലക്ഷം രൂപയോളം കൊടുത്തു. 20 ലക്ഷം രൂപയോളം കൊണ്ട് ഞാൻ ഉദാഹരണം ജവദാസംഘത്തിന് കൊടുത്തു എന്ന് വിചാരിക്കുക. എൻ്റെ പാർട്ട്ണർ ഞാനുമായിട്ടാണ് പോകുന്നത്. ജവദാസങ്ങളാണ് മുതലാളി. പുള്ളിയുടെ കയ്യിൽ 20 ലക്ഷം രൂപ കൊടുത്തു. അപ്പം ഞാനാണ് 20 ലക്ഷം രൂപ കൊടുത്തത്. നമ്മൾ രണ്ടുപേരും പാർട്ട്ണറാണെങ്കിൽ നമ്മുടെ സതീശങ്ങൾ ഇവിടെ ഉണ്ട്, പുള്ളി ബിസിനസ്സാണല്ലോ, പുള്ളിയെ ഞാനും പാർട്ട്ണറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കൊണ്ട് ഞാൻ പൈസ കൊടുത്തു. എൻ്റെ കയ്യിലിരുന്ന 20 ലക്ഷം രൂപ പുള്ളിക്ക് കൊടുത്തു. ഈ പുള്ളി എന്ത് ചെയ്യുന്നറിയാവോ? ഞാനറിയാതെ വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ഞാൻ കൊടുത്ത 20 ലക്ഷം രൂപയ്ക്ക് മറ്റെന്തോ വാങ്ങുമല്ലോ, ബ്രോക്കർ ഫീസ് വാങ്ങിച്ചു. മനസ്സിലായി? എന്നിട്ട് പറഞ്ഞു എനിക്ക് അവൻ്റെ ബിസിനസ്സിലൊന്നും പങ്കില്ല. ഞാനും പുള്ളി ആരാ? ഞാൻ പാർട്ട്ണർ മാത്രമല്ല, പാർട്ട്ണർ ബിസിനസ്സിൽ, അല്ലാത്ത രീതിയിൽ ഞങ്ങൾ തമ്മിൽ വിശ്വാസികളാണ്. ഞാൻ എന്തിനാണ് അദ്ദേഹത്തിനോട് പോയത്? അദ്ദേഹം വിശ്വാസി എന്ന നിലയിലല്ല ഞാൻ പോയത്. പക്ഷെ അദ്ദേഹം എന്താ എന്നെ ചെയ്തേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരാ? സർവായുധവർഗം ധരിക്കുന്നവർ. പുള്ളി അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചതിയന്മാരായിട്ട് തീരുന്നു. അത് ബിസിനസ് മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ച് നോക്ക്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം നടത്തുന്ന കാര്യത്തിൽ എത്രയൊക്കെ മേഖലകളിൽ ചതിയന്മാരായിട്ട് തീരുന്നു. വിശ്വാസികളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. എണീറ്റിന്നൊരു സാക്ഷ്യം പറയാനായിട്ട് പറ്റുമോ? ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുപ്രായത്തിൽ സഭയിൽ സഹോദരിമാർ എഴുന്നേറ്റ് നിന്ന് ഭയങ്കരമായ രീതിയിൽ സാക്ഷ്യം പറയും. ആ സാക്ഷ്യം പറഞ്ഞിട്ട് ആ സാക്ഷ്യത്തെ ഓർത്ത് സഭയിലെ വിശ്വാസികൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് സഭയിലൊരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാക്ഷ്യം അവിടെ പറഞ്ഞ് തീർന്നു എന്നുള്ളതല്ല. പിറ്റേ ദിവസം രാവിലെ തൊഴിലുറപ്പ് മേലെ സംസാര വിഷയം എന്താ? എടി നീ അറിഞ്ഞാ മറ്റവളുടെ വീട്ടിലെ സാക്ഷ്യം പോലും പറയാൻ പേടിയാണ്. ഞാനീ പറയുന്ന വാസ്തവമായ കാര്യമാണ് കേട്ടോ. നമ്മൾ ചതിയന്മാരായിട്ട് നമ്മൾ ഏത് ആയുധമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്? ഈ സർവായുധവർഗം ധരിച്ചിരിക്കുന്നവരാ. നമ്മുടെ മുമ്പിൽ കവചം ധരിച്ചിരിക്കുന്നവരാ. നീതി എന്ന കവചം ധരിച്ചിരിക്കുന്നവരാ. നമുക്ക് ഈ കവചം ലഭിച്ചത് നാം സ്വയമേ നേടിയെടുത്തതല്ല, ക്രിസ്തു നമുക്ക് നൽകിയ കവചമാണ്. ഈ കവചവും ധരിച്ചിട്ടാണ് സഭയ്ക്കകത്തിരുന്ന് കർത്തൃമേശ എടുത്തിട്ട് കർത്താവിനോടൊപ്പം ഇവർ ആരാധിച്ചിട്ട് പുറത്തിറങ്ങി നമ്മുടെ വിശ്വാസികളുടെ ചതികന്മാരായി നമ്മൾ തീരുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഭയാനകമാണ്. ഇത് വല്ലാത്തൊരു കളിയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ, സാത്താൻ്റെ കോട്ടകളെ തറക്കുവാൻ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഞാൻ ഓരോ പ്രാവശ്യവും ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ, ഓരോ പ്രാവശ്യവും ഈ കാര്യം ഞാൻ ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യവും ഞാൻ ഈ കാര്യങ്ങൾ പോയി പുറത്ത് അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ക്രിസ്തുവിനെ വിജയിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഈ സാത്താൻ്റെ കോട്ടയെ ഞാൻ പണിയുകയാണ് ചെയ്യുന്നത്. ഈ സാത്താൻ്റെ കോട്ടയ്ക്ക് മുമ്പിലിരുന്ന് മൂപ്പന്മാർ ആ കാര്യങ്ങൾ ആലോചിക്കുന്നത് ശരിവെക്കുകയാണ്. കൊള്ളാം, ഇവൻ എനിക്ക് പറ്റിയ ആയുധമാണ്. നമ്മൾ ഡിഫെൻസീവ് ആയുധം, പ്രതിരോധത്തിൻ്റെ ആയുധം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കവചമെന്ന നീതി എന്ന കവചം ധരിക്കുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, അത് 15-ാമത്തെ വാക്യം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. കാലിലൊരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പെന്ന് പറയുന്നത് ഒരുക്കമാണ്. ബി റെഡി. എന്തിനാണ്? സുവിശേഷത്തിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആരോടാണെന്നറിയാമോ? സുവിശേഷന്മാരോടാണോ?
മൂപ്പന്മാരോടാണോ? പിന്നെ ആരോടാ പറയുന്നത്? എല്ലാവരും ഓഫായെന്ന് തോന്നുന്നു. തൊഴിലുറപ്പ് കാര്യം പറഞ്ഞതോടുകൂടെ എല്ലാം ഓഫായി. പിന്നെ ഇത് ആരോടാ പറയുന്നത്? ഈ ഒരുക്കം കാലിന് ഷൂസായിട്ട് വേണമെന്ന് ആരോടാ പറയുന്നത്? വിശ്വാസികളോടാണ്. അപ്പോൾ വിശ്വാസികൾ സുവിശേഷത്തിനായി ഒരുക്കപ്പെട്ടവരായിരിക്കണം. വിശ്വാസികൾ സുവിശേഷം പറയാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നാം ആയിരിക്കുന്ന ഇടത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നാം സുവിശേഷം പറയാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ റെഡി ആയിട്ടിരിക്കണം സുവിശേഷം പറയാൻ. പ്രിയമുള്ളവരെ, അത് നമുക്ക് സാധിക്കുമോ? നമ്മൾ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട കാലമായില്ലേ? നാം ആ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിവിധങ്ങളായ ചെരുപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് സ്പോർട്സ് ചെരുപ്പിനെ കുറിച്ചറിയാം, ട്രാവലിംഗ് ഷൂവിനെ കുറിച്ചറിയാം, നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പുകളെക്കുറിച്ചറിയാം. പക്ഷേ ഈ ചെരുപ്പിൻ്റെ പ്രത്യേകത റെഡി, ഒരുങ്ങിയിരിക്കണം. എന്തിനാ? സുവിശേഷം പറയാൻ. മറ്റവൻ്റെ കുറ്റം പറയാനല്ല, മറ്റുള്ളവരെക്കുറിച്ച് മോശത്തരം പറയാനല്ല, മറ്റുള്ളവരെക്കുറിച്ച് അയ്യോ അവനെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് പറയാനല്ല. സുവിശേഷത്തിനായി നമ്മൾ ഒരുങ്ങിയിരിക്കണം, സുവിശേഷം പറയാനായി ഒരുങ്ങിയിരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം ഞാൻ വായിക്കുവാനിടയായിട്ട് തുറന്നു. നമ്മൾ വിചാരിക്കുന്നത് അവരെല്ലാവരും പൊതുവകയെന്ന് എണ്ണി ഒരുമിച്ച് കൊണ്ടുവച്ചു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലേക്കും പോകണം, സകല സൃഷ്ടിയോടും സൂക്ഷിച്ചു. അതാണ് യേശു കർത്താവിൻ്റെ കമ്മീഷൻ, കൽപ്പന എന്ന് പറയുന്നത്. അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും, നിങ്ങൾ പോകണം, എല്ലാവരോടും സുവിശേഷം പറയണം. അതാണ് ദൗത്യം. ഇവരെന്ത് ചെയ്തു? ഇവരുള്ളതെല്ലാം വിറ്റിടക്കി അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്ന് വന്ദന യേശുവരെ പാടിക്കൊണ്ടിരുന്നു, അല്ലേ? അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവിൻ്റെ ദൗത്യം നടക്കണം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്നപ്പോൾ ഇവരെ ഓട്ടിക്കാതെ ഒരു നിവൃത്തിയുമില്ല. ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ സുവിശേഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തില്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ നാട് ഇല്ലാതായിട്ട് തീരുമെന്ന് യേശു കർത്താവ് പറഞ്ഞൊരു പ്രവചനം, അത് നടപ്പാകണം. അത് നടപ്പാക്കാൻ വേണ്ടി AD 70 ദൈവം ഒരു രാജാവിനെ ഉപയോഗിച്ചു. യെരുശലേം ദേവാലയം മാത്രമല്ല അദ്ദേഹം തകർത്തത്, പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വിശ്വാസികളെ 4 പാടിലേക്കും ഓടിച്ചു. വിശ്വാസികളെല്ലാം വിറ്റ് പൊതുവക എന്ന് പറഞ്ഞ് എണ്ണി പത്രോസിൻ്റെയും ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് പാട്ടും പാടി മുൻപോട്ട് പോവുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ചത് അതിനല്ലടേ, നീ പോകണം, നീ എഴുന്നേറ്റ് പോകണം എന്ന് കർത്താവ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിന് കർത്താവ് ക്രൂരന്മാരായ രാജാക്കന്മാരെ പോലും ഉപയോഗിച്ചു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. നീറോ ചക്രവർത്തിയെ പോലുള്ള ചക്രവർത്തിമാരെ ഉപയോഗിച്ചു. ജനം 4 പാടും ചിതറിയോടി. ഇപ്പം എന്തോ സംഭവിച്ചു? ഇവർ പോയിടത്തെല്ലാം സഭകളുണ്ടായി. സുവിശേഷകന്മാർ പോയി സഭ ഉണ്ടാക്കിയില്ല, മൂപ്പന്മാർ പോയിട്ടല്ല ഉണ്ടായത്, വിശ്വാസികൾ, സാധാ വിശ്വാസം. നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കിതിനൊന്നും കഴിവില്ല, സുവിശേഷം പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. നമുക്കറിയാവുന്ന പോലെ നിങ്ങൾ പറഞ്ഞു തുടങ്ങ്. നിങ്ങൾ പറഞ്ഞാൽ നിർത്തിപ്പിക്കുന്നത് പിന്നെ ദൈവമായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാനുള്ള ആ ഗഡ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ്, കൃപ ആര് തരും? കർത്താവ് തരും. നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങി നോക്ക്. ഞാനൊരു വെല്ലുവിളിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോടൊന്ന് സുവിശേഷം പങ്കുവെച്ച് നോക്ക്. അത് പൂർത്തീകരിക്കാനുള്ള ദൈവകൃപ ദൈവം തരുമെന്നേ. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, പല വീടുകളിൽ സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്, ഡോക്ടർമാരെ കണ്ടുമുട്ടാറുണ്ട്. അവരോടൊക്കെ എങ്ങനെ സുവിശേഷം പറയും? വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ നോക്കി, ഇത് ഡോക്ടർമാരെ വീടാണോ? ആ വീടിൻ്റെ പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഇതാരുടെ. അപ്പോഴും നമ്മളെ നെഞ്ചിരിപ്പ് കൊടുക്കുക, കർത്താവ് ഇവിടെ ഇപ്പോൾ എന്ത് പറയാനാ? ഇദ്ദേഹം വല്ല ചോദ്യം ചോദിച്ചതിന് മറുപടി എങ്ങനെ പറയും? പക്ഷേ അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് സുവിശേഷം പറയുന്നെങ്കിലും അയാൾക്കതിന് മറുപടി പറയാനുള്ള ദൈവകൃപ, നമുക്കതിനുള്ള മനസ്സ് വേണമെന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തിനായുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാകണം. നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം യേശു കർത്താവിനെ കുറിച്ച് പറയുവാൻ. ഇത് സുവിശേഷകന്മാർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും ചെയ്യണം. നാലാമത്തെ കാര്യം നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കൊടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. വിശ്വാസം എന്ന പരിച. ഈ പരിചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ശരീരത്തിൽ ഇടുന്ന കാര്യങ്ങളായിരുന്നു, അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കവചം ശരീരത്തിലിടുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തുവാ? ഷൂസ് ശരീരത്തിലിടുന്നതാണ്. പിന്നെ ബെൽറ്റ് അത് ശരീരത്തിലിടുന്നതാണ്. ഇപ്പോൾ ഇനി മുതൽ നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തിന് പുറത്തുള്ള സാധനമാണ്. അതായത് പുറത്തുനിന്ന് എടുത്ത് വെക്കേണ്ടതും പുറത്ത് ഉപയോഗിക്കേണ്ടതുമാണ്. ഇത് കവചമാണ്, പരിചയാണ്. ഈ പരിചയുടെ പ്രത്യേകത ശരീരത്തെ മുഴുവൻ ഇത് കവർ ചെയ്യും. ഈ പരിച ശരീരത്തെ മുഴുവൻ കവർ ചെയ്യും. അതായത് എൻ്റെ നേരെ ഒരു ശത്രു ഒരു പോരാട്ടം തന്നാൽ, ഒരു അമ്പ് ചെയ്താൽ ഈ കവചം എടുത്ത്, ഈ പരിചയം എടുത്ത് ഫ്രണ്ടിൽ വെച്ചാൽ മതി, ആ അമ്പ് അതിൽ തട്ടി അങ്ങ് വീണോളും. ആ പരിചയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഈ പരിചയം എങ്ങനെയുള്ള പരിചയം എന്നാ? എന്തോ പരിചയം എന്നാ? വിശ്വാസമെന്ന
പരിചയ. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം എന്ന പരിചയം തട്ടി നമ്മുടെ വിശ്വാസ ജീവിതം എത്രയോ പ്രാവശ്യം ഉടഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, പിശാചിൻ്റെ അമ്പുകൾ ഈ പരിചയിൽ 2 പ്രാവശ്യം ആഞ്ഞ് പിശാച് ചെയ്തപ്പോൾ ആ പരിച കുത്തിത്തുളച്ച് നമ്മുടെ ദേഹത്തേക്ക് വന്നിട്ടില്ലേ? നമ്മൾ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടിപ്പതറി പോയിട്ടില്ലേ? പത്രോസ്, യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് നടക്കുന്നുണ്ടാവും. പത്രോസിനൊരു ആഗ്രഹം, എനിക്ക് നടക്കണം. പത്രോസിനോട് പറഞ്ഞു വാ. പക്ഷെ പത്രോസിന് പറ്റിയോ? ഈ വിശ്വാസത്തിൽ പത്രോസ് വീണുപോയി. നമ്മൾക്ക് എത്രയോ പ്രാവശ്യം ഈ പരിച നമ്മുടെ മുമ്പിൽ, വിശ്വാസത്തിൻ്റെ പരിചയ നിൽക്കുമ്പോൾ തന്നെ ആ പരിച ശരിയായി ഉപയോഗിക്കാൻ കഴിയാതെ ഈ പരിച, ആ വിശ്വാസം എന്ന പരിച, അതിനെ തുളച്ചുകൊണ്ട് സാത്താൻ്റെ അമ്പുകൾ എത്രയോ പ്രാവശ്യം നമ്മുടെ നേരെ വരാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ബൈബിളിൽ അനേക രീതിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ബൈബിൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആത്മീക ഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഇടത്ത് അവിടുത്തെ ഒരു ഫലം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് രക്ഷിക്കുന്ന വിശ്വാസമല്ല, ആത്മീക ഫലത്തിലുള്ള വിശ്വാസമല്ല. ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് പ്രതിരോധത്തിനുള്ള വിശ്വാസമാണ്. അതായത് എനിക്ക് സാത്താനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ സാത്താനാണോ, എനിക്ക് പറ്റൂല കേട്ടോ എന്ന് പറയുന്ന വിശ്വാസമല്ല. എനിക്ക് തോൽപ്പിക്കാൻ പറ്റും, എനിക്കിവനെ തോൽപ്പിക്കാൻ പറ്റും, എൻ്റെ മുമ്പിൽ ഇവൻ ഭീരുവാക്കാൻ എനിക്ക് സാധിക്കും, ഞാനിവൻ്റെ മുമ്പിൽ ജയം നേടിയ ഒരു വ്യക്തിയെയാണ് ഞാൻ അനുസരിക്കുന്നത്, ഞാൻ പിൻപറ്റുന്നത്, എനിക്കിവനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള പരിചയമാണ് ഈ പരിചയ. അല്ലാതെ അയ്യോ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ, ചിലപ്പോൾ പറ്റൂലായിരിക്കും. അങ്ങനെയല്ല, എനിക്ക് തോൽപ്പിക്കാൻ പറ്റും. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിട്ടിട്ട് പോയിക്കോ, നമ്മൾ സാത്താൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടവരല്ല, നമ്മൾ സാത്താൻ്റെ മുമ്പിൽ സാത്താനെ മുട്ടുകുത്തിക്കേണ്ടവരാണ്. നമ്മുടെ മുമ്പിൽ മനസ്സിലാകുന്നുണ്ടോ? സാത്താനെ തോൽപ്പിക്കേണ്ടവരാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം വായിക്കേണ്ട, നിങ്ങൾ എഴുതി പോകാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നാണ്. അപ്പോൾ ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കെന്നും ഈ വിശ്വാസം വേണം, എന്നും നമ്മുടെ മരണത്തോളം ഈ വിശ്വാസം വേണം. അഞ്ചാമത്തെ കാര്യം രക്ഷ എന്ന ശിരസ്ത്രവും. രക്ഷ എന്ന ശിരസ്ത്രം. ഇത് രക്ഷിക്കപ്പെടുമ്പോൾ വെക്കുന്നൊന്നല്ല. ഓക്കെ, ഫെലിക്സ് രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രം വെച്ചു കൊടുക്കാം, അങ്ങനെ പറയുന്നതല്ല. അങ്ങനെയല്ല, ഇത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കേണ്ട പിന്നെ ശിരസ്ത്രമാണ്. ഇത് തലയിൽ വെക്കേണ്ടതാണ്. നമ്മുടെ ആത്മീക ആയുധങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു വരുമ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട പുതുക്കപ്പെട്ട മനസ്സിനെയും ചിന്താശൈലിയെയും കാണിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന ഈ ശിരസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ചിന്താശൈലിയെയും രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെയും, നമ്മുടെ ജീവിതം പഴയതുപോലെ ജീവിക്കേണ്ടവരല്ല, നമ്മളിനി കുറച്ചുകൂടെ മെച്ചമായി ജീവിക്കേണ്ടവരാണ് എന്നും കാണിക്കുന്നതാണ് ഈ ശിരസ്ത്രം. വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ മുൻപോട്ട് പോട്ടെ. ചിന്താശൈലി, ഈ ശിരസ്ത്രം നമ്മെ കാണിക്കുന്നു. നമ്മുടെ ചിന്താശൈലി ഇന്ന് രാത്രി നമ്മുടെ ചിന്താശൈലി എങ്ങനെയാണ് എന്നുള്ളത് ഈ രക്ഷ എന്ന ശിരസ്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ തലയിലൊരു രക്ഷ എന്ന ശിരസ്ത്രം വെച്ചിരിക്കുന്നു, അത് എൻ്റെ ചിന്താശൈലിയെ ക്രമപ്പെടുത്തേണ്ടതാണ്. ഞാൻ ചിന്തിക്കേണ്ടത് അയ്യോ മറ്റവൻ്റെ നാശത്തെക്കുറിച്ചല്ല. ഞാൻ ചിന്തിക്കേണ്ടത് അവൻ്റെ കുഞ്ഞിനെ ഡോക്ടറേറ്റിന് വിട്ടാൽ, അവൻ്റെ കുഞ്ഞിനെ നേഴ്സിന് വിട്ടാൽ എൻ്റെ കുഞ്ഞിനെ ഡോക്ടറേറ്റിന് വിടണം എന്നല്ല. നമ്മുടെ ചിന്താശൈലി മാറ്റം ഉണ്ടാകണം. അതിനാണ് ഈ ശിരസ്ത്രം. അപ്പോൾ സാത്താൻ ഈ ശിരസ്ത്രത്തിൽ എയ്യാനായിട്ട് സാധ്യതയുണ്ട്, നമ്മുടെ ചിന്താശൈലിയെ തകർത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ നീ എന്തിനാണ് അത് ചിന്തിക്കുന്നത്, നീ അങ്ങനെ ചിന്തിക്കേണ്ട, നിനക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ്റെ നാശത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ചിന്താശൈലി നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ഈ ശിരസ്ത്രം. അപ്പോൾ നമ്മൾ ചിന്താശൈലിയിൽ പരാജയപ്പെട്ടാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശിരസ്ത്രം വയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് കാര്യം കൂടെ ചിന്തിച്ച് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവവചനം എന്ന വാൾ. ഇതൊരു പ്രത്യേകതരം ആയുധമാണ്. ഈ ആയുധത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഇത് ഡിഫെൻസീവ് ആയുധമാണ്, ഇത് പ്രതിരോധിക്കുന്ന ആയുധമാണ്. അപ്പോൾ തന്നെ ഇതെങ്ങനെയുള്ള ആയുധവുമാണ്? ഇത് ആക്രമണത്തിനുള്ള ആയുധവുമാണ്. ഇത് പ്രതിരോധത്തിനുള്ള ആയുധമായിരിക്കുമ്പോൾ തന്നെ ഇത് ആക്രമണത്തിൻ്റെയും ആയുധമാണ്. ശത്രുവിനെ തോൽപ്പിക്കുവാൻ വചനമെന്ന വാൾ നമ്മൾ എടുത്തേ മതിയാകുകയുള്ളൂ. യേശു കർത്താവ് തൻ്റെ സംഭാഷണ വേളയിൽ, പിശാചുമായുള്ള സംഭാഷണ വേളയിൽ യേശു കർത്താവ് പിശാചിനെ തോൽപ്പിച്ചത് എന്ത് പറഞ്ഞിട്ടാ?
ഈ ദൈവവചനമാകുന്ന വാളെടുത്താണ് യേശു കർത്താവ് തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനമാകുന്ന വാളെടുത്ത് പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് ആക്രമണ വാളായിട്ടും ആക്രമണ ഉപകരണമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാവൽ ആയുധമായിട്ടും പ്രതിരോധ ആയുധമായിട്ടും നമ്മളിത് ഉപയോഗിക്കുവാനിടയാടെ തീരണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഈ ശിരസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു വാചകം പറയുന്നുണ്ട്. അതുകൂടെ ഈ ആയുധത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. 5:8 നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അതായത് അവിടെ ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 50-ലധികം കാര്യങ്ങൾ ഈ ആയുധങ്ങൾ എന്നുള്ള നിലയിൽ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്ന വിശ്വാസം, സ്നേഹ, ഈ രക്ഷ എന്ന ശിരസ്ത്രം. അപ്പോൾ ഈ രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചുകൊണ്ട് പാപത്തോട് നോ പറഞ്ഞ് ചിന്താശൈലിയെ മാറ്റി നമ്മളിനി പാപികളായി ജീവിക്കേണ്ടവരല്ല, നമ്മൾ വിശുദ്ധന്മാരായി ജീവിക്കേണ്ടവരാണെന്ന് നമ്മൾ ബോധ്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. 3 നിലയിലാണ് അത് നമ്മെ സ്വാധീനിക്കുന്നത്. ഈ ശിരസ്ത്രം നമ്മുടെ തലയിൽ വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യം: 1, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. 2, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. 3, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ രക്ഷപ്പെടും. അവിടെ പൗലോസ് പറയുന്നത് ആ ഒരു പ്രത്യാശയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇതെങ്ങനെ ഇനി പ്രാക്ടിക്കലാക്കും, എങ്ങനെ പ്രായോഗികമാക്കും? അത് പ്രായോഗികമാക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ച അവസാനത്തെ കാര്യം, ദൈവവചനമെന്ന വാൾ നമ്മൾ എടുത്തേ മതിയാവുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രായോഗികമാക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാകുന്ന വാളാണ്. ഈ വാള് വിട്ടൊരു കളിയും നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും ഈ വാളായിരിക്കണം നമ്മുടെ ആയുധം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട്, പിശാചിൻ്റെ ആ തന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പിശാച് പ്രവർത്തിക്കുന്നതിന് മുമ്പേ കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അതിനാണ് ഈ ആയുധങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു എന്ന് നിങ്ങൾ പുറമേ ഉള്ളതിന് നോക്കുന്നു. താൻ ക്രിസ്തുവിനുള്ളത് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവനെന്ന് അവൻ പിന്നെയും പറയുവാൻ ഇടയാടരുത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ ഭാഗങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം. നമ്മൾ 2 ദിവസമായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ അതിനെ ഒരു ഔട്ട്ലൈനായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊന്ന് വായിച്ച് ചിന്തിക്കണം. എനിക്കറിയാം, ഇന്നത്തെ ഈ അവസാന ഭാഗത്ത് ഞാൻ അല്പം ധൃതിയിൽ പോയതിന് കാരണം നമ്മളെല്ലാവരും ഒരുപക്ഷെ നാളെ വരാനായിട്ട് സാധ്യതയില്ല. എങ്കിൽ നമ്മളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ഇവിടെ സ്ഥലം സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ അല്പമായിട്ട് ചെറിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 രീതിയിലുള്ള ആയുധങ്ങളാണുള്ളത്. 1, ആക്രമണത്തിൻ്റെ ആയുധങ്ങൾ, ഒഫൻസീവ് വെപ്പൺസ്. 2, നമ്മൾ പ്രതിരോധിക്കുന്ന ആയുധങ്ങൾ. ഇത് 2ഉം നമ്മൾ ഉപയോഗിച്ചേ മതിയാവുള്ളൂ. 2ഉം വളരെ ഗൗരവമായി ഉപയോഗിക്കണം. 2ഉം വളരെ പ്രാധാന്യമായി ഉപയോഗിക്കണം. നമ്മൾ തോറ്റു തുന്നം പാടിയവരല്ല, നമ്മൾ ജയിച്ച് മുന്നേറിയവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്: യേശുവിനജഗണം നമ്മൾ ലേശവും ഭയം കലരേണ്ട. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ അജഗണമാണ്, ലേശവും ഭയം കലരാത്തവരായി ക്രിസ്തുവിൻ്റെ പടക്കളത്തിൽ ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പോർക്കളത്തിൽ നമ്മൾ തോറ്റുപോകരുത്. നമ്മൾ ഈ പോർക്കളത്തിൽ പിശാച് നമ്മുടെ തല വെട്ടിയെടുത്ത് അവൻ്റെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകാനിടയായിട്ട് തീരരുത്. മറിച്ച് പിശാചിൻ്റെ തല വെട്ടിയെടുത്ത് ദാവീദ് നടന്നു വന്നതുപോലെ നമുക്ക് ജയാളിയായി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നടന്നു നീങ്ങുവാനിടയായിട്ട് തീരണം. അതുകൊണ്ട് ഈ പോർക്കളത്തിലെ ആയുധങ്ങൾ ജഡികമല്ല, ആത്മീകമായി ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ 2 ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ച ഈ ആയുധങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. സത്യവിശ്വാസികളായി, കർത്താവിന് പ്രയോജനമുള്ള വിശ്വാസികളായി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ശ്രദ്ധിച്ച് എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവ് അതിനുള്ള സമയവും സാവകാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.